അപ്പൊ മുഹയ്യദ്ദീൻ ശൈഖിന്റെ തരീഖത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഖാദിരിയ തരീഖത്തിനെ എതിർക്കുന്നത്? ഇതാരെ പൊട്ടീസാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഖാദിരിയാത്ത ഞങ്ങൾ ഈ പറഞ്ഞതിൽ ആർക്കും സംശയമില്ല. ഞങ്ങൾ കുത്തുബിയത്ത് ചെല്ലുന്നു, അർത്ഥം പറഞ്ഞിട്ട് തന്നെ ചെല്ലുന്നത്. ഞങ്ങൾക്കറിയാം എല്ലാരെ കോഴിയും കൂകി അടങ്ങുമേ, മുഹയ്യദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മുഹയ്യദ്ദീൻ ശൈഖിന്റെ തരീഖത്ത് ഖിയാമത്തോളം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഖാദിരിയ തരീഖത്ത് ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അതിന്റെ തുടർച്ചക്കാർ, ആ ദിക്റുകളും വളായിഫുകളുമുള്ള ആളുകൾ ഉണ്ടാകും. ഞങ്ങൾ ആരും എതിർത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ മുറബിയായ ശൈഖാണ് എന്നതിനെ നമ്മൾ എതിർക്കരുത്. നിങ്ങൾ മുറബിയായ ശൈഖാണ് എന്നതിന് എല്ലാരെ കോഴിയും കൂടി അടങ്ങുമേ, മുഹയ്യദ്ദീൻ കോഴിക്ക് യാമത്തോളം കൂകും. ഇതും ഈ പറഞ്ഞുകൂടി എന്ത് ബന്ധം? എനിക്ക് അതാ മനസ്സിലാക്കി. അത് കള്ളുടിയെ കഴിഞ്ഞിട്ട് ഇങ്ങനല്ലേ പോണത്? കള്ള് ഒച്ച വരണേ ഇങ്ങനെ അടിക്കണ്ടേ? നിങ്ങൾ ആലുവ പുകയില്ലാത്ത അടുപ്പ് ശരിയല്ല, ത്വരീഖത്ത് ശരിയല്ലാതെ ഞങ്ങളെ വാദം. അത് ആണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ഏത് ചെല്ലണത്? അല്ലല്ല, മുഹയ്യദ്ദീൻ ശൈഖിന്റെ തരീഖത്ത് ഖിയാമത്ത് നാൾ ഉണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് എന്ത്? അപ്പൊ എങ്ങനെ പിന്നെ ആലുവ സുൽത്താൻ തരീഖത്ത് മോശാന്ന് വന്നത്? അതിന് ആലുവ തരീഖത്ത്, ഈ പുണ്ണാക്കും തരീഖത്ത്, അത് മുഹയ്യദ്ദീൻ ശൈഖിന്റെ തരീഖത്ത് അതിൽ വരണം. അവിടെ വരുമ്പോഴാ, അപ്പോഴാ നമ്മളെ വിഷയം ഒക്കെ ഉള്ളൂ, അപ്പോഴേ വിഷയത്തോടെ അടുക്കുള്ളൂ. ഇത് ദൈത്യല്ലേ ഇങ്ങനെ മൊഹിദ്ദിമാല റിഫായിമാലൊക്കെ ചെയ്യില്ല, പറച്ചിന് വേറൊരു കള്ളുടിയും കൈക്കോട്ട മാതിരിയുള്ള വാസ്തവം. അതൊന്നും ഈ പരിപ്പൊന്നും ഇവിടെ വേറൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് എന്താ? ഇവിടെ ബഹുമാനപ്പെട്ട താനൂർ അബ്ദുറഹ്മാൻ ശൈഖ് ഉണ്ടായിരുന്നില്ലേ, മമ്പുറം തങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ തരീഖത്ത് കൊടുത്തിരുന്നില്ലേ? എന്താ ഇയാൾ ഈ പറയുന്നത്? സഹോദരന്മാരെ, മമ്പുറം തങ്ങൾ ഖുതുബുസ്സമാനാണ്, സംശയമില്ല. നക്ഷബന്ദി ശൈഖിന്റെ തരീഖത്തിന്റെ ശൈഖായിരുന്നു താനൂർ അബ്ദുറഹ്മാൻ ശൈഖ്, നമുക്ക് തർക്കമില്ല. ഞാൻ ചോദിക്കട്ടെ, അവരൊക്കെ എന്നിട്ട് നിങ്ങൾ ഈ ചെയ്യണമാതിരി കണ്ട് കോരനും അടകുറന്നും അണ്ടനും അടകുറന്നും ഒക്കെ തരീഖത്ത് കൊടുക്കലിരുന്ന് മമ്പുറം തങ്ങൾ വഴി ഞങ്ങളൊന്ന് തെളിയിച്ച് കാട്ടിക്കാണി. എവിടെയാണ് മമ്പുറം തങ്ങൾ അങ്ങനെ കൊടുത്തത്? തെളിയിക്കാൻ കഴിയോ? ഞാൻ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ കഴിയോ? മമ്പുറം തങ്ങളുടെ തരീഖത്ത് കൊടുക്കണം. എന്തെങ്കിലും കൊടുത്ത് ഇവിടെ വർത്താനം പറയില്ല. തരീഖത്ത് കൊടുത്ത് മമ്പുറം തങ്ങൾ മുരീദാക്കി. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു, മമ്പുറം തങ്ങൾ എങ്ങാനും തരീഖത്ത് കൊടുക്കാൻ മെനക്കെട്ടിരുന്നെങ്കിൽ കേരളത്തിൽ പിന്നെ മമ്പുറം തരീഖത്തല്ലാതെ വേറെ തരീഖത്തുണ്ടാവും. എന്താ ഈ പറയുന്നത്? മമ്പുറം തങ്ങൾ കണ്ട ആൾ തരീഖത്ത് പോയി കുടിച്ച മുത്തിക്ക ചെല്ലിക്ക പാല് കുടിച്ച കൊടുക്കലായിരുന്നു. എവിടുന്ന് നിങ്ങൾ വരുന്നത് ചങ്ങായിമാരെ? ആരോടാ നിങ്ങൾ ഇത് പറഞ്ഞത്? എല്ലാവരും നിങ്ങളെ തരീഖത്തിന്റെ ആൾക്കാർ പോലെ ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവൂലേ? മമ്പുറം തങ്ങൾ മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ വലിയ മഹാത്മാവാണ്. മനസ്സിന്റെ ഉള്ളിലുള്ള കുപ്പിയകത്തുള്ള കാര്യങ്ങൾ അറിയുന്ന മഹാത്മാവാണ്. കഥ നമുക്കറിയില്ലേ? ഇമാമിനെ തുറന്ന കഥയൊക്കെ നമുക്കറിയില്ലേ? അറിയാം. മമ്പുറം തങ്ങൾ ഇവിടെ മുരീദായിട്ട് അറിയപ്പെടുന്ന ആരാധനകൾ അറിയപ്പെട്ടത് ഒന്ന് ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാർ, നമ്മുടെ എന്ന് പറഞ്ഞ മമ്പുറം തങ്ങൾ പറഞ്ഞ വരികളുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഉമറുൽ ഖാദി. ഇങ്ങനെ ആകെ രണ്ടാളെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു, ഇനി നാളെ പറയണ്ട. അങ്ങനെ എണ്ണപ്പെട്ട ആളുകളെ ഉള്ളൂ. നിങ്ങളെ കൊടുക്കുന്നത് പോലെ കണ്ട ആളുകൾക്ക് മുഴുവനും തരീഖത്ത് കൊടുക്കുക എന്ന പരിപാടി മമ്പുറം തങ്ങൾ നടത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ പിന്നെ മമ്പുറം തരീഖത്തല്ലാതെ ഒരു തരീഖത്ത് ഉണ്ടാവൂല. പക്ഷേ മമ്പുറം തങ്ങൾ ഇതിന് മെനക്കെട്ടില്ല. തങ്ങൾക്ക് ഇതൊക്കെ അറിയും. നിങ്ങളെ മാതിരിയല്ല. തങ്ങൾ പഠിച്ച വിവരമുള്ള തങ്ങളാ തങ്ങള്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പിന്നെ എന്താണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നും ചില ആളുകൾ, ഈ സാധുക്കൾ മഹാപോയത്തക്കാരല്ലേ, അവർ കരുതി മമ്പുറം താളെ ഇതിക്ക് പല ആളുകളും വരും. അപ്പോൾ പല വിഷമം നിൽക്കുന്ന എന്താണ് ചെല്ലിക്കോ മറ്റത് ചെല്ലിക്കോ. നമ്മളിപ്പോൾ ഒന്ന് ചെല്ലിനും ചെയ്യും. നമ്മളിത് പോകുന്നില്ല. നമ്മൾ ഉള്ളാത്ത തങ്ങൾ പാപ്പാൻ്റെ കുണ്ടൂർ ഉസ്താദ് ഉണ്ടായിരുന്നത്, കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നത്, തേനൂര് ഒരു പാപ്പ, ഇവരടുത്തൊക്കെ നമ്മൾ ഇവരൊക്കെ ഷെയ്ഖും മുറബിയും തരീഖത്തും വാങ്ങാനായി പോയിരുന്നത് അല്ല. അവരൊക്കെ ഷെയ്ഖുൽ തബറുക്ക് എന്ന രൂപത്തിൽ തബറുക്കിന് വേണ്ടി ചില ദിക്റുകളൊക്കെ അവർ നമ്മൾ പറഞ്ഞു തരും, അവർ ചെല്ലും. അതനുസരിച്ച് നമ്മൾ ചെല്ലും. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെടുത്തും പോയിരുന്നു ആളുകൾ, സാധാരണക്കാര് പലരും പോയിരുന്നു. ഉമർ ഖാദിന്റെ പോയിരുന്നു, താനൂർ ശൈഖിന്റെ അടുത്ത് പോയിരുന്നു. അവർ ചില ദിക്റുകളൊക്കെ ചൊല്ലി പറഞ്ഞു കൊടുക്കും. തരീഖത്ത് പറഞ്ഞാൽ ഞങ്ങൾ എഴുതിക്കള്, ഞങ്ങൾക്ക് തരീഖത്ത് എന്താ തിരിഞ്ഞിട്ടില്ല, അതാ പ്രശ്നം. സഹോദരന്മാരെ, അതിനെപ്പെടാൻ നിഷേധിക്കുന്നില്ല. ഇത്രയും ദുർബലമായ വളരെ ബാലിശമായ ഒരു വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ജുഗുപ്സാപരമായ നിലപാട് അത് മുസ്ലിം സമൂഹത്തോട് നിങ്ങൾ ചെയ്യരുത് എന്നേ എനിക്ക് പറയാം.
ഈ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ പേരിൽ, അതുപോലെ തന്നെ ഈ റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഇവിടെ കഴിഞ്ഞു പോയ ആളുകൾ മുഴുവനും ഇതുപോലെ തരീഖത്ത് സ്വീകരിച്ചിട്ടുള്ള ആളുകളല്ല. എല്ലാവർക്കും തരീഖത്ത് നിർബന്ധമാണെങ്കിൽ എല്ലാവരും മമ്പുറം തങ്ങളെ കൈപിടിച്ച് തരീഖത്ത് സ്വീകരിക്കുമായിരുന്നില്ലേ? സ്വീകരിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ പറയുന്നത് എന്താ അറിയോ? നിങ്ങളെ ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങളെ ജീലാനി സന്ദേശം എവിടെ? ആ ജീലാനി സന്ദേശത്തിൽ കാണാൻ സഹോദരന്മാരെ, നവംബർ 16 മുതൽ 1 വരെ എന്താ നിങ്ങളെ വലിയ ഖലീഫ പറയുന്നത് അറിയോ? നിങ്ങൾ ഇവിടെ ജീലാനി ഷെയ്ഖ്, നിങ്ങളും ശ്രദ്ധിക്കണേ, ഈ തരീഖത്തിൽ കൂടാത്ത കാരണത്തിനാൽ ഇവിടെ ഒറ്റ മുഅ്മിനീനെയും കാണാനില്ല. എന്തത് ചില്ലറ വിഷയമാണോ? നിങ്ങൾ എന്താത് മനസ്സിലാക്കുന്നത്? ഇവരൊരു തരീഖത്ത് കൂടുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കൂ, അത് തരീഖത്താവുകയുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ എന്നും അല്ലാത്തതൊന്നും തരീഖത്തല്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ, നവംബർ 16 കണ്ടോ ഇതിന്റെ ആമുഖം ഇതിൽ പറയുന്നത്? ഇതാരാ? ഇതുണ്ടോ? മാനേജിംഗ് എഡിറ്റർ സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കക്കാണ്. ഇത് അവരുടെ ഏറ്റവും വലിയ ആളാണ്, തങ്ങളാണ്. അദ്ദേഹം പറയാം, മുഅ്മിനുകളെ കാണാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ. നല്ല ശ്രദ്ധിക്കണം. ഇത് ഇവരുടെ ജീലാനി സന്ദേശം, പുസ്തകം 1 ലക്കം 2. ഇതിൽ പറയുന്നുണ്ട്, ഞാൻ അന്വേഷണം ആരംഭിച്ചു. ഇയാൾ പറയാ, വലിയ 1-ാം ഖലീഫ, ഞാൻ അന്വേഷണം ആരംഭിച്ചു. മുഅ്മിനീങ്ങളെ തേടിയുള്ള അന്വേഷണം. പള്ളികളിൽ, മഖ്ബറകളിൽ, 10,000 പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിൽ, സ്റ്റേജുകളിൽ, സംഘടനകളിൽ, പണ്ഡിത സഭകളിൽ, എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു. മുഅ്മിനുകളെ കാണാണ്ടോ? എവിടൊക്കെ അന്വേഷിച്ചത്? പള്ളികളിൽ, മഖ്ബറകളിൽ, 10,000 പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിൽ, സ്റ്റേജുകളിൽ, സംഘടനകളിൽ, പണ്ഡിത സഭകളിൽ, ഇവിടൊക്കെ ഞാൻ അന്വേഷിച്ചു. മുഅ്മിനുകളെ കാണാണ്ടോ? അവരെ കാണാൻ എൻ്റെ കണ്ണ് തുടിക്കുന്നു. എൻ്റെ മുമ്പിലൂടെ പലരും കടന്നുപോയി. തൊപ്പി ധരിച്ചവർ, തലപ്പാവുധാരികൾ, പച്ച ഷാൾ അണിഞ്ഞവർ, ജപമാല മറിക്കുന്നവർ, ഗംഭീര പ്രഭാഷകർ, ഓരോരുത്തരെയും കാണുമ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കൊച്ചുകുട്ടിയെ പോലെ, അതാരാണ്? അപ്പുറത്ത് അതൊരു മുജാഹിദ്. അപ്പുറത്ത് നിൽക്കുന്നവൻ അവൻ ജമാഅത്ത് പ്രവർത്തകനാണ്. പിന്നാലെ വന്നവനോ അവൻ തബ്ലീഗുകാരാണ്. അതാ 2 ആളുകൾ നടന്നു വരുന്നു. അവർ ആരായിരിക്കും? ഒന്ന് സുന്നി എ ഗ്രൂപ്പ്, മറ്റേത് സുന്നി ബി ഗ്രൂപ്പ്. അങ്ങനെ ആളുകൾ ധാരാളം കടന്നുപോയി. അവരെയൊക്കെ ഞാൻ കണ്ടു. മുഅ്മിനീങ്ങളെ മാത്രം കണ്ടില്ല. ഏത്? ഇവരൊക്കെ സുന്നികളെ കണ്ടു, എ പി ഗ്രൂപ്പ്, ഇ കെ ഗ്രൂപ്പിനൊക്കെ കണ്ടു. പക്ഷെ ഞാൻ ആരെ കണ്ടില്ല? മുഅ്മിനീങ്ങളെ കണ്ടില്ല. പള്ളികളിൽ ഞാൻ പോയി, പണ്ഡിത സഭകളിൽ പോയി, ലക്ഷങ്ങൾ പങ്കെടുക്കുന്നിടത്ത് പോയി, മഖ്ബറകളിൽ പോയി, അവിടെ ഒന്നും മുഅ്മിനീങ്ങളെ ഞാൻ കണ്ടില്ല. അവരെയൊക്കെ ഞാൻ കണ്ടു, മുഅ്മിനീങ്ങളെ മാത്രം കണ്ടില്ല. കാരണം അവരെല്ലാം ഓരോ പാർട്ടിക്കാരായിരുന്നു, ഓരോ ഗ്രൂപ്പിന്റെ ആളുകൾ. അവർ അവരുടെ ഗ്രൂപ്പിന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിരവധി സദസ്സുകൾ കണ്ടു. അവിടെയൊക്കെ 1000-ങ്ങളും 10,000-ങ്ങളും സംഗമിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ആരുടെ സംഘമാണിത്? മുഅ്മിനീങ്ങളുടേതാണോ? അല്ല, ചിലത് മുജാഹിദുകളുടേത്, ചിലത് ജമാഅത്തുകാരുടേത്, വേറെ ചിലത് എ സുന്നികളുടേത്, ബി സുന്നികളുടേത്. അവിടെയൊന്നും മുഅ്മിനീങ്ങളുടെ സംഗമം ഞാൻ കണ്ടില്ല. നോക്ക് നിങ്ങൾ, ഇത് ജീലാനി തരീഖത്തിന്റെ മുഖപത്ര ജീലാനി സന്ദേശമാണ്. ജീലാനി സന്ദേശം. മുഅ്മിനീകളെ ലോകത്ത് പള്ളികളിൽ, മഖ്ബറകളിൽ, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഞങ്ങൾ തെരഞ്ഞു. അവിടെയൊന്നും ഞങ്ങൾ മുഅ്മിനീങ്ങളെ കണ്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവിടെയൊന്നും ഈമാനുള്ളവരില്ല, മുഅ്മിനുകളില്ല. മുഅ്മിനീങ്ങൾ അവിടെ ഒന്നുമില്ല. പിന്നെ അവിടെ ഉള്ളതൊക്കെ എന്താ? അത് നിങ്ങൾ ചിന്തിച്ചു. അവിടെ ഉള്ളതൊക്കെ എന്താണ്? ഇത് മലയാളം ആർക്കും നോക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ഇത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? എന്താ ജീലാനി തരീഖത്തിന് കുഴപ്പം? എന്താ ചോദിക്കണേ? ഇതൊക്കെ തന്നെ കുഴപ്പം. നിങ്ങൾക്കറിയോ ഷെയ്ഖ് എന്താണ്, തെർബിയത്ത് എന്താണ്, ഇതിന്റെ പരിപാടി എന്താണ്, എന്താണ് ഇസ്ലാം, എന്താ ഈമാൻ, എന്താ മുഅ്മിന്? ഈ ജാതി ഒരു വിവരവുമില്ല. എന്നിട്ട് പല ലോകത്തിൽ ഞങ്ങൾ കുറെ തെപ്പി നോക്കി, തെരഞ്ഞു നോക്കി, മുഅ്മിനീങ്ങളെ കാണാനില്ല. ഇത് നിങ്ങൾക്കറിയോ? ആ ഷെയ്ഖിന്റെ അരികിൽ വരുന്ന സ്ത്രീകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷെയ്ഖിന്റെ കഥ പറയാതിരിക്കുക നല്ലത്. ഷെയ്ഖിന്റെ അടുത്തേക്ക് സ്ത്രീകൾ, വളാഞ്ചേരിക്കടുത്തുള്ള സ്ത്രീകൾ, ആ വളാഞ്ചേരിക്കടുത്തുള്ള സ്ത്രീകൾ ചെന്നുകൊണ്ട് ഈ ഷെയ്ഖിന്റെ അരികിലേക്ക് ചെന്നു. അപ്പൊ പെണ്ണുങ്ങളല്ലേ, ഒരു വലിയ ഷെയ്ഖും ഒക്കെ ആയി അറിയപ്പെടുന്ന നേരത്തെ നല്ല ഹിജാബും പർദ്ദയും മുഖവും ഒക്കെ ധരിച്ചുകൊണ്ടാണ് ഷെയ്ഖിന്റെ അരികിലേക്ക് ചെന്നത്. ആ സന്ദർഭത്തിൽ ഈ ഷെയ്ഖ് ചൂടാകുകയാണ്. ഷെയ്ഖ് പുറത്ത് ചൂടായി വരികയാണ്. എന്താ പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾ? ഷെയ്ഖ്
ആയിഷ ബീവിയും ഖദീജ ബീവിയും എന്റെ അരികിൽ വരാറുള്ളത് മുഖം മറക്കാതെയാണ്. പിന്നെയല്ലേ ഇവർ മുഖം മറച്ചു വരുന്നത്? എന്തെങ്കിലും മനസ്സിലാക്കിക്കണത്? പെണ്ണുങ്ങൾ മുഖം മറച്ചു വന്നപ്പോഴേ ഷെയ്ഖ് ചൂടാകുക. ആയിഷ ബീവി ഖദീജ ബീവി ഒക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നത് മുഖം മറക്കാതെ. അതിലും വലിയ ആൾക്കാരെ പെങ്ങൾ മുഖം തുറന്നിട്ട് ബൈഅത്ത് ചെയ്യണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് മുഖം തുറന്നിട്ട് ഔറത്ത് കാണണം ഈ ഷെയ്ഖിന്. അറിയോ നിങ്ങൾ? ഇത് ഞാൻ വളാഞ്ചേരിയിൽ വെച്ച് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പ്രസംഗിച്ചു. ഇതിന്റെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഖലീഫയാണ് എന്നോട് പറഞ്ഞത്. ഇത് ഏത് ഭാഗത്തുള്ള പെണ്ണുങ്ങളാണ് എന്നെനിക്കറിയില്ല. അപ്പൊ സദസ്സിൽ നിന്നുള്ള സമസ്തയുടെ തിരൂർ താലൂക്ക് സെക്രട്ടറിമാരിൽപ്പെട്ട പ്രധാനികളിൽപ്പെട്ട കുഞ്ഞാല മുസ്ലിയാർ പറഞ്ഞു, അത് എൻ്റെ അയൽവാസിയായ സ്ത്രീകളാണ് കേട്ടോ ഉസ്താദേ. എന്നോട് പറഞ്ഞു എൻ്റെ അയൽവാസികളായ സ്ത്രീകൾ പോയപ്പോൾ എനിക്ക് അറിയുന്ന ടീമാണ് അവര്. അറിയോ നിങ്ങൾ? ഇതൊക്കെ ഉണ്ടായതാണ്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുന്നതല്ല. ഇതൊക്കെ എവിടെ എഴുതി, ആരെഴുതി ചോദിച്ചാൽ അത് എഴുതിയതല്ല, അത് ഉള്ളത് പറഞ്ഞതാണ്. ആയിഷ ബീവി ഖദീജ ബീവി എന്റെ മുമ്പിൽ വരുന്നത് മുഖം തുറന്നിട്ടില്ല. പിന്നല്ല നിങ്ങൾ പിന്നെ മുഖം തുറക്കടി മുഖം എന്നാ പറഞ്ഞു. ഷെയ്ഖിന്റെ പോലെ ഇതാണ് ഷെയ്ഖ് തർബിയത്ത് എന്ന് പറയുന്ന നമ്മുടെ യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ആലുവ തരീഖത്തിന്റെ ഷെയ്ഖ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ തരീഖത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ, തരീഖത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണം. ഇവിടെ പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു, മൊഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് കള്ളുകുടിയന്മാരായ ആളുകൾക്ക്, മറ്റ് വിചാരികളായ ആളുകൾക്ക്, മറ്റുള്ള മോശക്കാരായ ആളുകൾക്ക് അവർക്കൊക്കെ തരീഖത്ത് കൊടുക്കലായിരുന്നു എന്നാണ് അവിടെ പ്രസംഗിച്ചത്. എന്താണ് നിങ്ങൾ എങ്ങനെയാണ് തരീഖത്ത് കൊടുക്കുക? മുരീദിന് തരീഖത്ത് കൊടുക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളില്ലേ? മുരീദ് ആരായിരിക്കണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലേ? നമ്മൾ സാധാരണ ചോദിക്കാറുള്ളതാ. അപ്പൊ ഇവിടെ വന്ന് പ്രസംഗിക്കുക, മൊഹീദ്ദീൻ ഷെയ്ഖ് കള്ളുടിയന്മാർക്ക് തരീഖത്ത് കൊടുത്തിട്ടുണ്ട്, മൊഹീദ്ദീൻ ഷെയ്ഖ് അതുപോലെ തന്നെ വ്യഭിചാരികൾക്ക് തരീഖത്ത് കൊടുത്തിട്ടുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണ്ടേ? എന്നാ പണ്ഡിതന്മാർ എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി തന്റെ അൻവാറുൽ ഖുദ്സിയ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ 53-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. എന്താ? വമിൻ ശൈനിഹി, തരീഖത്ത് ഷെയ്ഖ് മുറബിന്റെ ഒക്കെ ശൈലിപ്പെട്ടതാ. അല്ലാ യദ്ഖുല ഫീ അഹദി ശൈഖിൻ ഹത്താ യതൂബ മിൻ സവാഇരി ദുനൂബിൽ ളാഹിറതി വൽ ബാത്തിന. ഓരോരു ഷെയ്ഖിന്റെ ആ കരാറിൽ പെടണമെങ്കിൽ അവൻ ചെയ്ത ളാഹിറത്തും ബാത്തിനത്തുമായ, ബാഹ്യവും ആന്തരികവുമായി ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യണം, എന്നാലേ തരീഖത്ത് കടത്തുള്ളൂ എന്നാ ഇമാം ഷഹറാനി പറയുന്നു. കണ്ടവർക്ക് കവനും വ്യഭിചാരിക്കും കള്ളുടിയന്മാർക്കും തരീഖത്താണ് കൊടുക്കലല്ല, കൊടുക്കാൻ പാടില്ല. നോക്ക് നിങ്ങൾ, റീബത്ത് പറഞ്ഞു തന്നെ ഇവിടെ പറഞ്ഞ റീബത്ത് പോലെ, ഖലീഫമാർ ഇവിടെ പറഞ്ഞ റീബത്ത് മാത്രം പോലെ ഈ തരീഖത്ത് ശരിയല്ല. കാരണം ഇങ്ങനെ നിബന്ധനയൊക്കാത്ത ഖലീഫമാരും മുരീദുമാരും ഒക്കെയല്ലേ ഈ ഷെയ്ഖ് തർബിയത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഖിലാഫത്ത് കൊടുത്തിട്ടുള്ളത്, തരീഖത്ത് കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ എങ്ങനെ തരീഖത്താകുക? നോക്ക് നിങ്ങൾ, കള്ളുകുടി, ഇതുപോലുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ടും അഭിമാന വിഷയത്തിലുമൊക്കെ തർക്കിച്ചുകൊണ്ട് മറ്റാർക്കെങ്കിലും ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി പൊരുത്തപ്പെടിച്ച് വരണം. കാന്തപുര ഉസ്താദിന്റെ കാല് പിടിച്ച് വന്നെങ്കിലേ തരീഖത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ചീത്ത പറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അവർ പൊരുത്തപ്പെടിക്കണമെന്നാ പറയുന്നത്. ഇത് ഈ ഹദറത്തുല്ലാഹി അസ്സ വജൽ, ത്വരീഖത്തിന്റെ ഹദറത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സാന്നിധ്യ. അത് കണ്ട എല്ലാവരും കൊടുക്കാൻ പറ്റിയ സാധനമല്ല. ലാഹിറിലും ബാത്തിനും ബാഹ്യവും ആന്തരികവുമായ ഒരാൾ ശുദ്ധിയായിട്ടില്ലേ, അവനക്ക് ത്വരീഖത്ത് കടക്കാൻ പറ്റൂല, പ്രവേശിക്കാൻ പറ്റൂല. മുരീദുമാരെ, ഖലീഫമാരെ, ഷെയ്ഖുമാരെ പറ്റൂല. ഇമാം ഷഹറാനിയുടെ അൽ അൻവാറുൽ ഖുദ്സിയ. എന്നിട്ട് ഇമാം ഷഹറാനി പറയുന്നുണ്ടോ, ഇങ്ങനെ ത്വരീഖത്ത് പോണ ആളെ അവസ്ഥ എന്താണെന്ന് അറിയോ നിങ്ങൾ? ഹുക്മു മൻ ദഖല സ്വലാത്ത, ഒരാൾ നിസ്കാരിക്കാൻ പോവാ, അതുപോലെ വഫീ ബദനിഹി ഔ മൽബൂസിഹി നജാസ, ഓന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസുണ്ട്, നജസുമായി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. അതുപോലുള്ള പണിയാണ് ഈ തരീഖത്തിന്റെ കള്ള ഷെയ്ഖുമാരും തരീഖത്തിന്റെ മുരീദന്മാരിൽ നിന്ന് വന്ന ആൾക്കാർ മുഴുവനും ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പാടില്ല തന്നെ പറയുന്നത്, പാടുണ്ട് എന്നല്ല. ഞങ്ങൾ പറഞ്ഞോട് തന്നെ ഇമാമിയങ്ങളുള്ളത്. അതേ അവസരത്തിൽ കള്ളുകുടിയന്മാരായ ആളുകൾ, അതുപോലെ തന്നെ വ്യഭിചാരികൾ, തെറ്റ് ചെയ്തവർ, അവർ വരുമ്പോ ആട്ടണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. തരീഖത്ത് കൊടുക്കണ വർത്താനപ്പോ നമ്മളെ ചർച്ച, അവരെ നന്നാക്കാനുള്ള ഉപദേശം, അവർക്ക് ആവശ്യമായ സംഗതികൾ, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിനൊന്നും എതിരില്ല.
ത്വരീഖത്ത് കൊടുക്കലാണ് നമ്മളെ ചർച്ച. അത് രണ്ടും രണ്ടായിട്ട് തിരിഞ്ഞിട്ടില്ല. പഠിക്കണം നിങ്ങൾ ഉലമാവിനെ ചീത്ത പറയാനാണ് ഉസ്താദുമാരെ, സാത്വികരായ പണ്ഡിതരെ, ഞങ്ങൾക്ക് തങ്ങൾക്ക് അറിവും വിജ്ഞാനവും വിവരവും പഠിപ്പിച്ചു തന്ന അഭിവന്ദ്യരായ ഉസ്താദുമാരെ കുതിര കയറാനാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ ഉദാഹരണം പിന്നീട് പറയും. പിന്നെ മറ്റൊരു ചർച്ച ഇവിടെ പറഞ്ഞു. എന്താ? ഇവിടെ ശൈഖുമാർക്ക് അങ്ങേയറ്റം വിവരം വേണം, മുരീദും ശൈഖിനൊക്കെ വിവരം വേണമെന്നാ പറഞ്ഞത്. കിതാബു ത്വഹാറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ വിവരം വേണം. പൊന്മള മുസ്ലിയാർ പറഞ്ഞു എന്നാണ് പൊട്ടിച്ചിരിച്ച് കളിയാക്കുക, പരിഹസിക്കുക. അതിന് മാത്രമല്ല, നോക്ക് നിങ്ങൾ, ഇന്ന് ഈ 2007 ജനുവരി 16, 31 ഇന്ന് ഞാൻ വാങ്ങിയ ത്വരീഖത്തിന്റെ ജീലാനി സന്ദേശം എന്നുള്ള പുസ്തകമാണ്. ഇത് ഞാൻ പലയിടത്തും അന്വേഷിച്ച് അവസാനം കിട്ടിയ സാധനമാണ്. അതിൽ പറയുന്നത് നോക്ക് നിങ്ങൾ, എന്താ പറയുന്നതെന്ന് അറിയാം. പറയുന്നത് തന്നെ അദ്ദേഹത്തോട് സയ്യിദ് അഹമ്മദ് സുന്നി പണ്ഡിത കണ്ടോ, അഹമ്മദ് ജിഫ്രിയോട്ടുള്ള ഒരു അഭിമുഖമാണ്. അതിൽ ഹെഡിങ് കണ്ടോ, സുന്നി പണ്ഡിത സഭകൾ നിർവഹിക്കുന്നത് ബിദഅികളുടെ പ്രവർത്തനം. ബിദഅികൾ തന്നെ വഹാബി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാം, അവരുടെ പ്രവർത്തനമാണ് സുന്നി പണ്ഡിത സഭകൾ. അത് AP ഗ്രൂപ്പും EK ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും ഒക്കെ പെട്ടു, എല്ലാ ഗ്രൂപ്പും പെട്ടു. ഇതിലൊരു ഗ്രൂപ്പ് വ്യത്യാസമില്ല. എന്നിട്ട് പറയുന്നത് നോക്ക് നിങ്ങൾ, എന്താ? അദ്ദേഹം പറഞ്ഞു, ജീവിച്ചാൽ മതിയെന്നും മുരീദാവണമെങ്കിൽ ത്വഹാറത്തിന്റെ ബാബു മുതൽ ഇത്തഖിന്റെ ബാബു വരെയുള്ള സകല മസലകളും പഠിച്ചൊരു പണ്ഡിതനുമായി സംവാദം നടത്തി വാദപ്രതിവാദം നടത്തിയ ആളെ ഉത്തരമുട്ടിക്കണമെന്ന് പറഞ്ഞു ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത, ആവശ്യമില്ലാത്ത സാധനമായി അവതരിപ്പിക്കുന്നു പണ്ഡിതന്മാർ. അപ്പൊ നല്ലോണം പാണ്ഡിത്യം വേണം, തഹാറത്ത് മുതൽ ശുദ്ധീകരണം മുതൽ ഇത്തഖ വരെ വിവരം വേണം എന്നൊക്കെ പല പറഞ്ഞ് ആളുകളെ വട്ടം കറക്കാൻ അതിനൊന്നും ആവശ്യമില്ല, കണ്ടവർക്കൊക്കെ ത്വരീഖത്ത് കൊടുക്കാം. ഇവിടെ പ്രസംഗിച്ചതാ. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് എന്ത് പറയുന്നു? ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തന്റെ അൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 42-ാമത്തെ പേജിൽ മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. എന്താ പറയുന്നത് കാണോ? പാണ്ഡിത്യം ഏത്? ഷെയ്ഖ് മുരീദന്മാരെ ഇർഷാദാക്കാനും നന്നാക്കാനും രംഗത്ത് വരുന്ന ഷെയ്ഖ് ആവണം. അവനാവണം മുതബഹിറൻ, അവൻ ബഹിർ സമാനമായ പാണ്ഡിത്യമുള്ളവനാവണം, സമുദ്ര സമാനമായ വിജ്ഞാനമുള്ളവരാവണം. ഫീ ഇൽമി ശരീഅത്തി, ശരീഅത്തിന്റെ ഇൽമിൽ, ലിഅന്നലഹു ഫീ കുല്ലി ഹർകത്തിൻ മീസാനൻ ശർഇയ്യാ, അതിലൊക്കെ ശരീഅത്തിന്റെ ഓരോ തൂക്കമുണ്ടല്ലോ. അതുകൊണ്ട് ശരീഅത്തിനെ കുറിച്ച് അവൻ നന്നായി അറിയണം ഷെയ്ഖിന് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് അൻവാറുൽ ഖുദ്സിയാണ്. ഇമാം ഷാറാനി പറയുന്നതാ. പൊന്മള ഉസ്താദിന്റെ സ്വന്തം വകയല്ല. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ, വിവരമില്ലാത്തതൊക്കെ ചത്തതും കെട്ടവും തിരിയപ്പുറത്തേക്ക് പറഞ്ഞ പോലെ അത് ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾ അങ്ങോട്ട് തള്ളണ്ട. പഠിച്ച പണ്ഡിതന്മാരാണ് അവർ പഠിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. നോക്ക് നിങ്ങൾ, ഇത് നിങ്ങൾക്കറിയണോ? തരീഖത്തിന്റെ ആളുകൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യത ഇമാം ഷഹറാനി തന്റെ അൻവാറുൽ ഖുദ്സിയ്യ, ഞാൻ ഈ പറയുന്നത് ഈ കിതാബിൽ ഇല്ലാന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരട്ടെ. അതല്ലേ വേണ്ടത്. നിങ്ങൾ കള്ളം പറയാണ് മുസ്ലിം എന്ന് പറയുകയാണെങ്കിൽ ധൈര്യമുള്ളവർ വരട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ഇമാം ഷഹറാനി പറയുന്നു, സൂഫിയായ ആള് ഫഖീഹായിരിക്കണം, പണ്ഡിതനായിരിക്കണം. എന്നിട്ട് പറയുന്നത് കണ്ടോ, വകാന അബുൽ ഖാസിമിൽ ഖുശൈരി റഹിമഹുല്ലാഹ് യഖൂലു, ഇമാം അബുൽ ഖാസിമിൽ ഖുശൈരി മഹാനവറുകൾ ആയിരുന്നു, ഖദ്ദറജ ശിയാഖ ത്വരീഖി കുല്ലഹും അലാ അന്ന അഹദൻ മിൻഹും ലം യതസദ്ദർ ഖത്തു ലിത്വരീഖി ഇല്ലാ ബഅദ തബഹുരിഹി ഫി ഉലൂമി ശരീഅത്തി വവുസൂലിഹി ഇലാ മഖാമിൽ കശ്ഫി അല്ലദി യസ്തഗ്നി ബിഹി അനിൽ ഇസ്തിദ്രാജി. കണ്ടോ, വിവരം വേണം അവർക്ക്. അങ്ങനത്തെവർക്ക് ഇതിലവർ കഴിയുള്ളൂ. ശരീഅത്തിന്റെ ഇൽമുകളിൽ തബഹുറാവണം, മുതബഹിറാവണം. മുതബഹിറാവുക എന്ന് പറഞ്ഞാൽ സമുദ്ര സമാന വിജ്ഞാനത്തിന്റെ ഉടമയാവണം. ചില്ലറയൊന്നും പോരാ. ഇനി നിങ്ങൾക്കറിയണോ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞ് വെറുതെല്ല, കിതാബുകളുടെ ആധികാരിക പിന്തുണയോടെയാണ്. അദ്കിയയുടെ വ്യാഖ്യാന ഗ്രന്ഥം കിഫായത്തുൽ അത്ഖിയ, അതിൽ പറയുന്നത് കാണാം. കിഫായത്തുൽ അത്ഖിയയിൽ ബഹുമാനപ്പെട്ട ഇമാം സയ്യിദ് ബക്കരി റഹിമഹുല്ല പറയുന്നു, കണ്ടോ, അദ്ദേഹം പറഞ്ഞു, ഖാലൽ ഇമാം ഷഹറാനി എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഖദ് അജ്മഅ അശ്യാഖു ത്വരീഖി അലാ അന്നഹു ലാ യജൂസു ലി അഹദിൻ, ഒരാൾക്കും അനുവദനീയമല്ല അത്തസദ്ദറു ലിതർബിയത്തിൽ മുരീദീന, മുരീദിനെ തർബിയത്ത് ചെയ്യാൻ മുന്നോട്ട് വരൽ അനുവദനീയമല്ല, ഇല്ലാ ബഅദ തബഹുരിഹി ഫി ശരീഅത്തി വആലാത്തിഹാ, ശരീഅത്തിന്റെ വിവരത്തിലും അതിന്റെ വിജ്ഞാനങ്ങളിലും സമുദ്ര സമാനമായ വിജ്ഞാനം ഉണ്ടായിരിക്കണം ഷെയ്ഖിന്.
അങ്ങനത്തോനെ തർബിയത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. فكان الشيخ أبو الحسن الشاذلي رضي الله عنه وسيدي أبو العباس المرسي وسيدي ياقوت العرشي والشيخ تاج الدين بن عطاء الله അവലുള്ള ഈ പണ്ഡിതന്മാരൊക്കെ ആയിരുന്നു ലാ യുദ്ഖിലൂന അഹദൻ ബിത്വരീഖി ത്വരീഖത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കുകയില്ല ഇല്ലാ ബഅദ തബഹുരിഹി ഫി ഉലൂമി ശരീഅത്തി ശരീഅത്തിന്റെ ഇൽമിൽ സമുദ്രസാഗരമായ വിജ്ഞാനം ഉള്ളവരെ മാത്രമേ ത്വരീഖത്തിലേക്ക് കടത്തിയിരുന്നുള്ളൂ. കണ്ട എല്ലാവർക്കും അണ്ടനും അടകൊന്നും തെരീക്കത്ത് കൊടുത്തിരുന്നില്ല. പൊന്മള ഉസ്താദ് പറഞ്ഞത് വെറുതെ അല്ല. വാദപ്രതിവാദത്തിന്റെ വേദികളിൽ മുട്ടിപ്പിക്കാൻ കഴിയുമാത്രമുള്ള വിവരമുള്ള ആളുകൾ അങ്ങനെ ആവണം മുരീദന്മാര് ശൈഖുമാര് എന്നൊക്കെ പറയുന്നത് കണ്ടോ. അപ്രകാരം തബഹൂർ വിവരം വിജ്ഞാന സാഗരമായിട്ടില്ലെങ്കിൽ ഒരിക്കലും അവര് തരീഖത്തിന്റെ ഈ കരാറ്, അതായത് തരീഖത്ത് കൊടുക്കുക വാങ്ങുക എന്ന പരിപാടി നടത്താറില്ല. നിങ്ങൾ വായിക്കണം, അത് കാണണം. വെറുതെ സമസ്തയുടെ ഉലമാക്കൾ അഭിവന്യരായ പണ്ഡിത കേസരികൾക്ക് നേരെ തിരിഞ്ഞത് കൊണ്ടായില്ല. സഹോദരന്മാരെ, എത്ര പണ്ഡിതന്മാർ നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനിയുടെ തബഖാത്തുൽ കുബ്ര അതിന്റെ 4ാമത്തെ വാള്യം ഇമാം ഷഹറാനി പറയാ വഖദ് അജ്മഅൽ ഖൗമു, സംശയിക്കണ്ട, വഖദ് അജ്മഅൽ ഖൗമു, സൂഫിയാക്കളായ ത്വരീഖത്തിന്റെ മശായിഖുമാരായ ഉലമാക്കളായ ആളുകൾ ഇജ്മാആയിട്ടുണ്ട്, ഏകകണ്ഠമായി പറഞ്ഞിരിക്കുന്നു. അലാ അന്നഹു ലാ യസ്ലഹു ലിതസദ്ദുരി ഫി തരീഖില്ലാഹി അസ്സ വജല്ല ഇല്ലാ മൻ തബഹറ ഫി ഇൽമി ശരീഅ. ശരീഅത്തിന്റെ ഇൽമിൽ സമുദ്ര സമാന വിജ്ഞാനം ഉണ്ടാവണം. അപ്പോഴേ ത്വരീഖത്തിന്റെ ആളാവാൻ, മുറബിയായ ശൈഖാവാൻ പറ്റുകയുള്ളൂ. ഇതിൽ പണ്ഡിത ലോകത്ത് സൂഫിയാക്കളാകുന്ന ത്വരീഖത്തിന്റെ ഉലമാക്കൾക്ക് ഏകാഭിപ്രായമാണുള്ളത്. നിഷേധിക്കാൻ കഴിയുമോ? എന്നിട്ട് നിങ്ങൾ പൊന്മളന്റെ മേത്തേക്ക് ചാടുക. പൊന്മള ഉസ്താദ് പൊന്മള പറഞ്ഞു അത് കിതാബ് നോക്കിയിട്ടാ ഞങ്ങളെ പണ്ഡിതന്മാര് ദർസ് നടത്തുന്നത്. കാലം 10-30 കൊല്ലായി ഉലമാക്കൾക്ക് ദർസ് നടത്തലാ പരിപാടി. അത് മനസ്സിലാക്കണം. നിങ്ങളെ മാതിരി വാറോള വായിച്ചിട്ട് ഇങ്ങനെ ഉത്സാഹയൊക്കെ തീരും വായിച്ച് ഹേ ഹു സാത്താഹേ റീത്താഹേ എന്ന് പറഞ്ഞ് നടക്കാനല്ല. തലോണം പഠിച്ചിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്, പഠിച്ചിട്ടാണ് ഇത് പറയുന്നത്. എന്നിട്ട് അവരിങ്ങനെ ഹേ ബാബു തഹാറത്ത് മുതൽ നടത്തണം എന്താന്ന് പറഞ്ഞാൽ പരിഹസിക്കുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുകയല്ല. ഞാൻ പറയുന്നത് ഈ വിശേഷണങ്ങൾ ഇവിടെ പ്രസംഗിച്ചത് അത് അബദ്ധമാണ്. പൂർവികരായ ഉലമാകളൊക്കെ സൂഫിയാക്കളൊക്കെ ത്വരീഖത്തിനും ശൈഖിനും മുരീദിനും ഒക്കെ പറഞ്ഞ നിബന്ധനകളാണ് ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്കറിയണം. ഏറെ പ്രധാനമായി ശൈഖിനുണ്ടായിരിക്കേണ്ട ഒരു നിബന്ധന ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി പറയുന്നു. ഞാൻ നിർത്തുകയാണ്. ഇമാം ഷഹറാനി പറയുന്നു കൈഫ യകൂനുൽ മുരീദു 107-ാം പേജ് അൽ-അൽവാൽ ഖുദ്സിയ. മുരീദ് എങ്ങനെയാവണം? നല്ല മുരീദന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി, ഖലീഫമാർ എന്തായാലും ശ്രദ്ധിച്ചോളി. എന്താ? വമിൻ ശൈനിഹി, മുരീദിന്റെ ശൈലിപ്പെട്ടതാണ് അല്ലാ യകൂന ഇൻദഹു ഹസദുൻ, അവനക്ക് മറ്റൊരാളോട് അസൂയ ഉണ്ടാകാൻ പാടില്ല. ആർക്ക്? മുരീദിന്. വലാ ഗീബത്തുൻ, ഗീബത്ത് പറയാനും പാടില്ല. മറ്റൊരാളുടെ ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. വലാ ബഗിയുൻ വലാ മുഖാദഅത്തുൻ വലാ മുകാബറത്തുൻ വലാ മുമാറാത്തുൻ വലാ മുമാലകത്തുൻ വലാ മുകാദബത്തുൻ വലാ മുസാലഖത്തുൻ വലാ കിബ്റുൻ വലാ ഉജുബുൻ. എണ്ണി പറയാം. മറ്റൊരാളോട് പകണ്ടാകാൻ പാടില്ല, വിദ്വേഷമുണ്ടാകാൻ പാടില്ല, തർക്കമുണ്ടാകാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളാ മുരീദ്. ഇതാരാ പറയുന്നത്? ത്വരീഖത്തിന്റെ ഉലമാക്കളിൽ പ്രമുഖനായ ഇമാം ഷഹറാനിയാണ് പറയുന്നത്. നിഷേധിക്കാൻ കഴിയും. ഇത് നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട ത്വരീഖത്തിന്റെ ഉലമാക്കളിൽ പ്രമുഖൻ ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, നമ്മളൊക്കെ ഹദ്ദാദ് റാത്തീബ് ചെല്ലുന്നില്ലേ, അതുണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റിസാലത്തു ആദാബി സുലൂക്കിൽ മുരീദ് എന്ന ഗ്രന്ഥമാണ് എൻ്റെ കയ്യിൽ. അതിൽ പറയുന്നു വാളൽ മുരീദി, മുരീദിന്റെ മേലിൽ അനിവാര്യമാണ് കഫി ജവാരിഹി, അവന്റെ അവയവങ്ങളെ അവൻ തടയണം. അനിൽ മഹാസി വല്ലാസാം, തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും, വലാ യുഹരികു ശൈഅൻ മിന്നാ ഇല്ലാ ഫീ ത്വാഅത്തിൻ എന്നിങ്ങനെ പറഞ്ഞ് വൽ യുബാലിഗു ഫീ ഹിഫ്ളിൽ ലിസാനി, നാവിനെ ഉപയോഗിക്കുന്നതിൽ അവൻ സൂക്ഷിക്കട്ടെ. ഫഇന്ന ജിർമഹു സഗീറുൻ വജുർമുഹു കബീറുൻ ഫൽയകുഫഹു അനിൽ കദിബി വൽ ഗീബതി വസായിരിൽ കലാമിൽ മഹ്ദൂർ, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയരുത്. വമിനൽ ഖൗലി ഫീമാ ലാ യഅനീഹി, ആവശ്യമില്ലാത്തത് പറയരുത്, കള്ളം പറയരുത്, ഗീബത്ത് പറയരുത്, ചീത്ത പറയരുത്, കുറ്റം പറയരുത്. ഇതാ മുരീദന്മാര്. ഇതാരാ പറയുന്നത്? പൊന്മള ഉസ്താദ് പറയല്ല, സമസ്തക്കാര് പറയല്ല.
ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇതാവരൊക്കെ പറയും. എന്നാ നിങ്ങളെ അവസ്ഥ എന്താ? നിങ്ങളെ ആലുവ തരീഖത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ കാണിച്ചു തരാം. കണ്ടോ നിങ്ങളെ മാറ്റൊലി, മാറ്റൊലി നിങ്ങളുടെ പ്രസിദ്ധീകരണം മാറ്റൊലി ഏപ്രിൽ 26. കണ്ടോ ഇതിൽ പറയുന്നത് കണ്ടോ നിങ്ങൾ? ഈ 1.25 ലക്ഷം പ്രവാചകന്മാരെ പിഴച്ചവരാക്കി മുദ്ര കുത്തുന്ന പ്രസ്താവന. അതായത് ആലുവ തരീഖത്ത് ശരിയല്ല, ആലുവ തരീഖത്ത് ശരിയല്ല എന്നതിന്റെ അർത്ഥമാണ് പറഞ്ഞത്. 1.25 ലക്ഷം പ്രവാചകരെ പിഴച്ചവരാക്കി മുദ്ര കുത്തുന്ന പ്രസ്താവന മുഷാവറകൾ റുഷ്ദിയെയും ഡെൻമാർക്ക് ജൂതരെയും കടത്തിവെട്ടി വർഷങ്ങൾ മുന്നിൽ ജൂതന്മാരെയും ഡെൻമാർക്കിലെ ജൂതന്മാരെയും സൽമാൻ റുഷ്ദിയെയും ഒക്കെ കടത്തിവെട്ടിയവരാണ് സമസ്തയുടെ മുഷാവറയുടെ ഉലമാക്കൾ. കഴിഞ്ഞില്ല. ഇത് പറയുന്നു, ഇപ്പോഴിതാ 2 പണ്ഡിത സംഘടനകൾ അവരുടെ മുഷാവറകളുടെ പേരിൽ പത്രപ്രസ്താവന കൊടുത്തിരിക്കുന്നു. 1.25 ലക്ഷം അമ്പിയാക്കൾ പ്രതിനിധീകരിച്ച സ്വഹാബാക്കളും താബിഉകളും പ്രതിനിധീകരിച്ച ലക്ഷക്കണക്കിന് ആരിഫുകളായ ഔലിയാക്കൾ നടത്തിയ ഈ മാർഗം പിഴച്ചതാണെന്ന്. എങ്ങനെയുണ്ട്? ഔലിയാക്കളും സൂഫിയാക്കളും സഹാബത്തും താബികളും റസൂലും നടത്തിയ മാർഗം പിഴച്ചതാണെന്ന് സമസ്ത പറഞ്ഞുകൊണ്ടോ? മുഷാവറ പറഞ്ഞിട്ടുണ്ടോ? കളവ് പറയാൻ വേണ്ടേ? കളവ് പറയുമ്പോൾ മുരീദുമാരെ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, ഇമാം ഷാരാനി പറയുന്നത് കളവ് പറയരുതേ എന്നാണ്. കളവ് പറയരുത്, നിങ്ങൾ കള്ളം പറയുന്നവൻ മുരീദാവുകയില്ല എന്നാണ്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത് പച്ചക്കള്ളമാകുന്നു. സമസ്തയുടെ ഉലമാക്കളെ ആരെങ്കിലും പറഞ്ഞോ ഈ ഖാദിരിയ്യ ത്വരീഖത്ത് എന്ന് പറയുന്ന തരീഖത്ത് പിഴച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വെല്ലുവിളിക്കുന്നു. കാണിച്ചു തരാൻ കഴിയുമോ? സ്വഹാബത്തിന്റെ മാർഗം പിഴച്ചതാണെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ടോ? വെല്ലുവിളിക്കുന്നു. ഔലിയാക്കളുടെ മാർഗം പിഴച്ചതാണെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ടോ? വെല്ലുവിളിക്കുന്നു. പച്ചക്കള്ളം നിങ്ങളുടെ മലയാള പുസ്തകത്തിൽ എഴുതിവിട്ടില്ലേ? നിങ്ങൾ എങ്ങനെയാണ് ത്വരീഖത്തിന്റെ മുരീദാവുക? ഖലീഫയാവലും ശൈഖാവലും പിന്നെയല്ലേ? യോഗ്യതയില്ല, നിങ്ങൾക്ക് യോഗ്യതയില്ല. ആലുവ തരീഖത്ത് പിഴച്ചതാണ് എന്ന് പറയുമ്പോഴേക്ക് ഖാദിരിയ്യ തരീഖത്ത് പിഴച്ചതാണ് എന്ന് സഹോദരങ്ങളെ ഒരിക്കലും ലഭിക്കുകയില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞോ? ഇനി നിങ്ങൾക്കറിയണോ സഹോദരന്മാരെ? ഇതേതാണ് സെൻട്രൽ ടൈംസ് എന്ന് പറയുന്ന പേരിൽ അവരുടെ തരീഖത്തിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഇറക്കിയ, അതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഒരു പത്രമാണ്. അതിൽ പറയുന്നത് കണ്ടോ? സമസ്ത പൈശാചിക പണ്ഡിതരുടെ സമകാലികരെന്ന് ഹുദവീസ് അസോസിയേഷൻ. എങ്ങനെയുണ്ട്? സമസ്ത പൈശാചിക പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പണ്ഡിതന്മാര്, പിശാചിയായ പൈശാചിക പണ്ഡിതന്മാർ. ആ പൈശാചിക പണ്ഡിതന്മാരുടെ സമകാലികരായ ആളുകളാണ് സമസ്ത. ഇതാരാ പറയുന്നത്? ഹുദവീസ് അസോസിയേഷൻ. അതെ. എങ്ങനെയുണ്ട്? ഈ സമസ്തയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട പലരിൽ നിന്നും വിജ്ഞാനം പഠിച്ച് വളർന്ന് പിന്നെ ആ ഉസ്താദുമാർക്കെതിരിൽ തിരിയുന്നു. ഇബ്ലീസ് ചെയ്ത അതേ പരിപാടി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരന്മാരെ അള്ളാഹു ബഹുമാനിച്ചു. ആ ബഹുമാനിച്ച വ്യക്തിത്വത്തെ ആദരിക്കുക. ഉസ്താദുമാർ എന്ന് പറയുന്നത് എപ്പോഴും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ആ ബഹുമാനിക്കപ്പെട്ടവരെ അനാദരിക്കുന്നു എന്ന് മാത്രമല്ല, അവര് പൈശാചിക പണ്ഡിതരാണ് എന്നാ പറയുന്നത്. ഇതാ മലയാളത്തിലല്ലേ? കഴിഞ്ഞോ? ഇനി നിങ്ങൾക്ക് അറിയോ? ഇത് അവരിറക്കിയ വേറൊന്നാണ്. ഇത് എന്താണ് ഇതിന്റെ പേര്? പൊതുജനവേദി എന്ന പേരിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുകയോ? മലയാളം ആർക്ക് നോക്കാം. എന്താ ആലുവ തരീഖത്തിന് കുഴപ്പം? കേട്ടോളി. എലിയെ പേടിച്ച് ഇല്ലം ചുടുകയോ എന്ന് ചോദിച്ച് ഈ തരീഖത്ത് കള്ളത്തരീഖത്താണ് ആലുവ തരീഖത്ത് എന്ന് പറഞ്ഞതിനെ കുറിച്ച് സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ. 2 വിഭാഗം സമസ്തയെയുമാണ് പറയുന്നത്. 14 നൂറ്റാണ്ട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി വന്നപ്പോൾ അബൂജഹൽ എന്ന് പറയുന്ന ഒരു വ്യക്തി റസൂലുള്ളാഹിക്കെതിരെ തിരിയുകയുണ്ടായി. ആ അബൂജഹലിന്റെ അതേ പാരമ്പര്യം എടുത്തുകൊണ്ടാണ് യൂസുഫ് സുൽത്താനെതിരെ സമസ്ത തിരിഞ്ഞിട്ടുള്ളത്. ഞാൻ വായിക്കാം. 14 നൂറ്റാണ്ടിന് ശേഷം ഇതാ ആ സംഭവം ആവർത്തിച്ചിരിക്കുന്നു. വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ അബൂലഹബിനെ പോലെ നേതാവ് ഖുറൈശി തറവാട്ടിൽ നിന്ന് തന്നെ, അബൂജഹലല്ല അബൂലഹബാണ്. അതെ, അബൂലഹബിനെ പോലെ നേതാവ് ഖുറൈശി തറവാട്ടിൽ നിന്ന് തന്നെ. നോക്കണേ നിങ്ങൾ, ഖുറൈശി തറവാട്ട് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട, അതായത് ഈ ഹുദവികളെയും ഈ തരീഖത്തിൽപ്പെട്ട ആളുകളെയും അത് തെറ്റാണ്, മാറി നിൽക്കണമെന്ന് അവരുടെ ചേളാരി സമസ്തയുടെ ഒരു സ്ഥാപനമായ ചെമ്മാട്ടുള്ള ദാറുൽ ഹുദയിൽ നിന്ന് അതിന്റെ പ്രസിഡന്റ് സയ്യിദ് ഉമർ അലി തങ്ങൾ, അദ്ദേഹം സയ്യിദാണ്.
സയ്യിദ് ഉമർ അലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ടീമാണ് പ്രഖ്യാപിച്ചത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, അബൂജഹലിനെ പോലെ തന്നെ പേര് അബൂ ലഹബിനെ പോലെ തന്നെ നേതാവ് ഖുറൈശി തറവാട്ടിൽ നിന്ന് തന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഉമർ അലി തങ്ങൾ. ഖുറൈശി തറവാട്ടിൽപ്പെട്ട അബൂ ലഹബിനെ പോലെ തന്നെയാണ് ഞങ്ങൾക്കെതിരിൽ തിരിഞ്ഞ സയ്യിദ് ഉമർ അലി തങ്ങളും. ഇത് കഴിഞ്ഞില്ല, അബൂജഹലിനെ പോലെ തന്നെ പേര് ഉമർ എന്ന് തന്നെ. ഇവിടെ മുസ്ലിം ലീഗുകാരുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ചേളാരി വിഭാഗം സമസ്തയിലെ ആളുകളുണ്ടോ? ആലുവ തരീഖത്തിനെ എതിർക്കുന്നതിൽ എന്തിനാണ് AP സമസ്തക്കാർ ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്ന് ചോദിക്കണ്ട. ഇത് ഇസ്ലാം ദീനിനെ പൊളിച്ചു കളയുന്ന പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ ഓർക്കണം. ഖുറൈശി തറവാട്ടിൽ നിന്ന് വന്ന അബൂലഹബിനെ പോലെ തന്നെ അബൂജഹലിനെ പോലെ പേര് ഉമർ എന്ന് തന്നെ ദാറുൻ നദ്വ കോഴിക്കോട് സമസ്താലയവും എങ്ങനെയുണ്ട്? തലേക്കെട്ടും താടിയുമായി ഇബ്ലീസിന്റെ തനി കോലത്തിൽ 40 മോലേമാരും. തരീക്കെട്ടും താടിയുമായി ഇബ്ലീസിന്റെ തനി കോലത്തിൽ 40 മോലേമാരും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇതേവരെ വന്ന ഔലിയാക്കന്മാരെയും അവരുടെ മാർഗത്തെയും മൊത്തം നിഷേധിച്ചുകൊണ്ട് ഒരു കാളയുടെ നേതൃത്വത്തിൽ സത്യത്തെ കുത്തിത്തോൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാളയുടെ നേതൃത്വം കാളമ്പാടിയെ കുറിച്ചാണ് പറയുന്നത്. കാളയുടെ നേതൃത്വത്തിൽ സത്യത്തെ കുത്തിത്തോൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നോക്ക് നിങ്ങൾ, എന്താ ഈ പറയുന്നത്? മുരീദന്മാര് പറയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ആരായിരിക്കണം മുരീദ്? ഇമാം ഷാറാനി. കൈഫ യകൂനുൽ മുരീദു, മുരീദ് എങ്ങനെയായിരിക്കണം? ഷാറാനി പറയുന്നു, ഗീബത്ത് പറയാൻ പാടില്ലേ, നമീമത്ത് പറയാൻ പാടില്ലേ, കുറ്റം പറയാൻ പാടില്ലേ, ദേഷ്യമുണ്ടാവരുത്, ഒന്നും ഉണ്ടാവരുത്, കൽബ് സംശുദ്ധമായിരിക്കണം. അവനാണ് മുരീദ്. ഇത് മുരീദന്മാരല്ല, ഇത് ഖലീഫമാരാണ്, ശൈഖുമാരാ അവിടെ വന്നോര്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞോ സഹോദരന്മാരെ, ഈ ജാതി പ്രയോഗങ്ങൾ നോക്കി നിങ്ങൾ. ചെകുത്താന്റെ ഇന്നത്തെ ദൗത്യത്തിന് പിന്നിൽ കൃമികൾ. ചെമ്മാട്ടെ ഒരു അക്കാദമിയിൽ വസിക്കുന്ന വ്യഭിചാര കുഞ്ഞുങ്ങളിലെ രാക്ഷസനായ ഒരു ആടും തന്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടമായ ആടിയയും. എന്തൊക്കെ ഈ പറഞ്ഞു, എനിക്ക് ഞാൻ ലജ്ജിക്കുകയാണ്. ഇത് വിശദീകരിക്കാൻ എനിക്ക് വയ്യ. ഇത് ആലുവ തരീഖത്തിന്റെ ദുർഗന്ധാണ് നിങ്ങൾ കേൾക്കുന്നത്. മൂക്ക് പൊത്തിയിരിക്കണമെന്ന് അറിയിക്കുകയാണ്. നരകത്തിലേക്കുള്ള കോട്ടിനും സർട്ടിഫിക്കറ്റിനും നേരം വൈകിയതാണ് പ്രശ്നം. തങ്ങൾ പുറത്താക്കിയ ഒരു കൂട്ടത്തിന് ആ കോട്ടും കടലാസും കൊടുക്കാതിരിക്കാൻ ചെകുത്താന്റെ മന്തിക്ക് 24 മണിക്കൂറും നാവിട്ടാൽ അടിച്ചിട്ടും ശരിയാകുന്നില്ല. എന്നിട്ട് കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി മഹാന്മാരുടെ ഏതെങ്കിലും ഒരു മാർഗം ജനങ്ങൾക്ക് കാഴ്ചവെക്കാൻ സമസ്തക്കായിട്ടില്ല. കഴിഞ്ഞ 8 പതിറ്റാണ്ട് 80 കൊല്ലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നടത്തിയ ത്യാഗപൂർണമായ ആ പ്രവർത്തനത്തെയാണ് കൊച്ചാക്കുന്നത്. അവർക്കൊന്നും ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു മാർഗം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിക്ക്. ഇതാണ് ആലുവ തരീഖത്ത്. ഉലമാക്കളെ ആരാ മുരീദ്? ബഹുമാനപ്പെട്ട ശൈഖുൽ കാന്തപുര ഉസ്താദിനെ കുറിച്ച് പറയുന്ന അന്തിക്രിസ്തുവിന് AP ബ്രാക്കറ്റിൽ ഇതോടെ പെരുത്ത് സന്തോഷമായി. ഇപ്പോഴിതാ അന്തിക്രിസ്തു AP ഉസ്താദിനെ കുറിച്ച് പറയാം. എന്നിട്ട് AP എന്ന് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തു. തിരിഞ്ഞിലേച്ചിട്ടേ തിരിയാതിട്ട് പോകണ്ട. ഉലമായിന്റെ കോലമാണ്. ഉലമായിന്റെ തേജോവധം ചെയ്യുന്ന തരീഖത്തിന്റെ ശൈലിയാണ് നമ്മൾ ഈ പറയുന്നത്. ഏത്? ആലുവ തരീഖത്തിന്റെ ശൈലിയാണ് നമ്മൾ ഈ പറയുന്നത്. സഹോദരന്മാർ മനസ്സിലാക്കണം. എന്നിട്ട് അവസാനം ഈ എഴുത്ത് നിർത്തുന്നുണ്ടോ? യഹ്ജൂജ് മഹ്ജൂജുകളായ ഇരു സമസ്തകളുടെയും നോക്കണേ, യഹ്ജൂജ് മഹ്ജൂജുകളായ ഇരു സമസ്തകളുടെയും നാറിയ ജഡങ്ങളെയും വിഴുങ്ങാൻ ഭൂമിയെയും കൊത്തിവലിക്കാൻ ആകാശ പറവകളെയും സ്വാഗതം ചെയ്തുകൊണ്ട്. അല്ലാഹുവേ, ഈ ഉദ്ധരണികൾ ഞങ്ങളിവിടെ വായിച്ച കാരണത്തിനാൽ ഈ നാട്ടിലും ഈ സ്റ്റേജിലും ഞങ്ങളിലും നീ ലഅനത്തിറക്കരുതേ റഹ്മാനെ. ഞങ്ങളെ നീ അനുഗ്രഹം കൊണ്ട് പൊതിയണേ റഹ്മാനെ. ഞങ്ങളുടെ ഉലമാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. സഹോദരന്മാരെ, ഇതിന്റെ ഒരു പരസ്യം ഉടനെ പുറത്തിറങ്ങുന്നു. സമസ്ത നേതാക്കളുടെ 21 അശ്ലീലങ്ങൾ. എങ്ങനെയുണ്ട്? 21 അശ്ലീലങ്ങൾ. ഇതൊക്കെയാണ് തരീഖത്ത്. ഇതിനാണ് ഇവർ ഈ തരീഖത്തിന്റെ മനസ്സിലായി നിങ്ങൾ? ഇനി ഞാൻ കൂടുതൽ പറയണം. ഇതിലാണ് ഈ തരീഖത്ത് സഹോദരന്മാരെ അവർ പറയും. എന്നാൽ നിങ്ങൾക്കറിയോ, ഉലമാക്കളെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ്
സൂഫിയാക്കളുടെ നേതാവ് ഔലമാക്കളോട് കളിക്കുന്നതിനെ കുറിച്ച് ഔലിയാക്കൾ കിതാബുൽ ബഹ്ജത്തുസ്സരിയ ഇതിൽ പറയുന്നത് എന്താ? യാ അഖി, ഇമാം നബവി അല്ല ഇതിന്റെ മുസന്നിഫ്, നബവിയുടെ ഇമാമിന്റെ ഞാൻ പിന്നീട് പറയും. യാ അഖി ലാ തുജാദിൽ ഫുഖഹാ അശ്ശരീഅത്തി റിദ്വാനുല്ലാഹി തആല അലൈഹിം അലാ തരീഖി അഹ്ലില്ലാഹ് ഫഇന്നഹും അഹ്ലു ഹഖ്ഖിൻ. ഉലമാഉ ശരീഅത്ത് പണ്ഡിതന്മാരോട് നീ തർക്കിക്കരുത്. തരീഖത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാരോട് നീ തർക്കിക്കരുത്. ഇതാ ഉലമാ പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ വലിയ വിവരമുള്ള ആളുകളാണ്. നല്ല രൂപത്തിലായിരിക്കണം അവരോട് ചർച്ച ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും എന്നിങ്ങനെ പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ശരീഅത്തിന്റെ ഉലമാക്കൾ അവരാണ് ദീനിനെ ഇവിടെ നിലനിർത്തുന്നത്. അവർക്കെതിരിൽ തിരിയാൻ പാടില്ല. നിങ്ങൾക്കറിയോ ഇമാം നബവി ആരാണ്? ഇമാം നബവി ഖുതുബാണ്. ആ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞതെന്താ? ഏറ്റവും തന്റെ മിൻഹാജിന്റെ ആമുഖത്തിൽ പറഞ്ഞത് കാണാം, ഇന്ന ഔലാമാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഇൽമു കൊണ്ട് ജോലിയാവുക, അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി, ഇൽമു കൊണ്ട് ജോലിയാവുക എന്ന് പറയുന്നത് മനുഷ്യൻ ചെലവഴിക്കുന്ന സമയം ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. അതാ ഉലമാഉ ശരീഅത്ത്, അതാണ് തരീഖത്തിൽ, അതാണ് ശരീഅത്തിന്റെ ഉലമാക്കൾ ഞങ്ങളെ പണ്ഡിതന്മാർ ചെയ്യുന്നത്. അവരെയാണ് ഈ കൊച്ചാക്കുന്നത്, ചില്ലറ കാര്യമല്ല. എന്നാൽ ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു, അത്തിബിയാൻ ഫീ ആദാബി ഹമലത്തിൽ ഖുർആൻ, ഇമാം നബവിയുടെ ഗ്രന്ഥമാണ്. നബവി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നുണ്ടോ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അന്ന ലുഹൂമൽ ഉലമാഇ മസ്മൂമാ, പണ്ഡിതന്മാരുടെ ഗീബത്തും നമീമത്തും അവരുടെ പച്ചമാംസം നീ കൊത്തിവലിക്കണ്ട. പണ്ഡിതന്മാരുടെ മാംസം അത് വിഷമാണ്. അല്ലാഹുവിന്റെ പണ്ഡിതന്മാർ ഉലമാക്കൾ അവരെ തേജോവധം ചെയ്യുന്നവരെ കുറിച്ച് അല്ലാഹു ചെയ്യാറുള്ള ശൈലി അതെല്ലാവർക്കും അറിയാം. അവരെ തൊട്ട് കളിക്കണ്ട. ഇമാം നബവി പറയുന്നത്, ഉലമാക്കളെ ചീത്ത പറയുക, തെറി വിളിക്കുക, അവരെ കൊച്ചാക്കുക, അവർക്കൊന്നും തിരിയില്ലെന്ന് പറയുക, ഇതിന്റെ പേരിൽ ഉലമാക്കളെ നീ ആക്ഷേപിച്ച് കൊച്ചാക്കുകയാണെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയം ചത്തുപോകും. നിന്റെ ആ ഹൃദയത്തിൽ ഒന്നും കേൾക്കൂല, ഒന്നും തിരിയില്ല, ഒന്നും കഴിയൂല. നിനക്ക് തോന്നും ഇതന്നെ ശേഖ, ഇതന്നെ മുറബി. ഇമാം ഗസാലി തന്റെ യഹ്യാ ഉൽ മുബീനിൽ പറഞ്ഞില്ലേ, കള്ള തരീഖത്തുകാരെ, കള്ള ശൈഖുമാരെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു, ചില ആളുകളുണ്ട് ഇദ്ദഅത്തും ഇൽമൽ മാരിഫത്തി വമുശാഹദത്തുൽ ഹഖി. അല്ലാഹ്, ചിരിച്ചു മരിക്കണോ, അങ്ങനെ പറയാം, മരിക്കണ നേരത്ത് പൊട്ടിച്ചിരിച്ച് മരിക്കണോ, മാരിഫത്ത് കിട്ടണോ, ഹഖീഖത്ത് കിട്ടണോ, ഞങ്ങളെ കൂടെ കൂടിക്കോളി എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. ഇമാം ഗസാലി പറയുകയാണ്, എന്നാൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയോ? ബഹുമാനപ്പെട്ടവർ പറയാണ്, ഈ ഹഖീഖത്ത്, ഈ മാരിഫത്ത്, ഈ മുശാഹദ, മുറാഖബ, ഖൽവത്ത്, റിയാദ്, ഈ സംഗതികളൊന്നും അറിയില്ല. ഇല്ലാ ബിൽ അസാമി വൽ അൽഫാദ്, കുറെ പദങ്ങൾ ഇങ്ങനെ പറയും, ശരീകത്ത് തെരീകത്ത് എന്നൊക്കെ പറയാനല്ലാതെ ഇതെന്താണെന്ന് അറിയില്ല. ഇമാം ഗസാലി പറയാ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ പണ്ടേ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ ഇതിലൊന്നും ഒരു ബേജാറുമില്ലാത്തത്, ഞങ്ങളിത് പ്രഖ്യാപിച്ചു, അത് തെറ്റാണ്, ഒരു ബേജാറുമില്ല. ഇതൊക്കെ ഞങ്ങൾ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വളരെ നേരത്തെ പഠിപ്പിച്ചു തന്നതാണ്. എന്നിട്ട് ഇമാം ഗസാലി പറയാ, വഹുവ യുറദ്ദിദുഹാ, ഓൻ ഈ ലഫ്ള് ഇങ്ങനെ ആവർത്തിച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ പറയും. ഇത് വലിയ 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 ഇൽമാണ്, വലിയ യശർദ ഇൽമാണ്, അർശുബ മുട്ടട ഇവരാണ് ഇത് അവന്റെ വെപ്പ്. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുന്നു, ഫഹുവ യൻദുറു ഇലൽ ഫുഖഹാഇ വൽ മുഫസ്സിരീന വൽ മുഹദ്ദിസീന വഅസ്ലാഫിൽ ഉലമാഇ. കണ്ടോ, ഇവരുടെ അതേ ശൈലി, ഇവരെ കുറിച്ചല്ലെങ്കിൽ ഗസാലി ഇമാമിനെ ആരെ കുറിച്ചാ പറഞ്ഞത്? ഈ തരീഖത്തിന്റെ ആളുകളാണ് മാരിഫത്ത് ഹഖീഖത്ത് പൊട്ടിത്തിരിച്ച് മരിക്കുക, മാരിഫത്ത് ഉണ്ടാകുക, ഹഖുൽ യഖീൻ ഉണ്ടാകുക, ആരിഫീങ്ങൾ ഈ ജാതി സംഗതികളൊക്കെ പറയും. എന്നിട്ടോ ഫഹുവ യൻദുറു ഇലൽ ഫുഖഹാഇ വൽ മുഫസ്സിരീന വൽ മുഹദ്ദിസീന വഅസ്ലാഫിൽ ഉലമാ, പണ്ഡിതന്മാർ, കർമ്മശാസ്ത്രജ്ഞർ, ഹദീസ് പണ്ഡിതർ, മറ്റ് വിവിധങ്ങളായ പണ്ഡിത സഭകളെയും പണ്ഡിതരെയും അവൻ നോക്കും. കണ്ടോ, ഒരു നിസ്സാരത കണ്ട, ഓൽക്ക് എന്താ തീരുക, ആരാതിന് കൂട്ടത്തിന് എവിടെ അത്? ആ ആലുവത്തരീക്കത്തിന്റെ ഒന്നാം
മാറ്റിൽ ആരാണ് ഇവിടെ അന്തള്ളവർ? ഇവിടെ സമസ്തയിൽ ആരാ ഇബാറത്ത് അറിയുന്നവർ? ഒന്ന് ഇബാറത്ത് അറിയുന്നവർ ആരാണ് എന്ന് ചോദിച്ച് തലീകെട്ടുകാർ ഇതിൽ ആരാ ഉള്ളത്? കണ്ടോ മൗലിയാക്കളുടെ റൂട്ടിൽ നോക്ക് നിങ്ങൾ. ഔലിയാക്കളുടെ റൂട്ടിൽ ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന ഏതെങ്കിലും ഒരു തലയെക്കെട്ടുകാരൻ സമസ്തയിലുണ്ടോ? ഔലിയാക്കന്മാരെ കുറിച്ച് എന്തൊക്കെ സമസ്തയിലെ ഉലമാക്കൾക്ക് അറിയാം? ഒരു ചുക്കും അറിയില്ല. അതൊക്കെ ഞങ്ങൾക്കേ അറിയുള്ളൂ. ഇമാം ഗസാലി പറയുന്നു, ഫഹുവ യൻദുറു ഇലൽ ഫുഖഹാഇ വൽ മുഫസ്സിരീന വ അസ്ലാഫിൽ ഉലമാഇ ബിഐനിൽ ഇസ്റാഇ. ഒരു നിസ്സാര കണ്ണു ഓൽക്ക് എന്തൊക്കെ അറിയാം, ഒരു ചുക്കും തിരിയില്ല. ആരാത് പറയണത്? അലിഫ് ബാഗ് വറബ എതിരിമൂന്ന് സർഫാക്കി പഠിപ്പിച്ച് അവിടെ മീസ മുതൽ പഠിപ്പിച്ച് കിതാബോധി വിട്ട ഉലമായിനെ കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഷെയ്ഖായിട്ടും ഖലീഫയായിട്ടും പറയുന്നത്. നിങ്ങൾ മറക്കരുത്. പട്ടിക്കാട് ജാമിയ അറബിയ കോളേജിൽ നിന്ന് പുറത്തു വന്ന ജാമിയ നൂരിയയിൽ നിന്ന് അടുത്ത് വന്നവരാണ് ഈ പൈസകൾ എന്ന് പറയുന്നത്. നിങ്ങൾ മറക്കാൻ പാടില്ല. അവരെ പഠിപ്പിച്ചു വിടുന്നത് സമസ്തയുടെ ഉലമാക്കളാണ്. അവരെ കുറിച്ചായി പറയുന്നത്. ഇതാണ് ആലുവ തരീഖത്ത് സഹോദരന്മാരെ. എന്നിട്ട് ഇമാം ഗസാലി പറയുന്നു, ഉലമാക്കന്മാരെ തന്നെ നിസ്സാരാക്കുന്നു, പിന്നെ സാധാരണക്കാരായ ആളുകളെ ഏതായാലും നിസ്സാരമാക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. ഈ ആളുകളാണ് ഏറ്റവും വലിയ അപകടകാരികൾ. ഇമാം ഗസാലി പറയുന്നു, കണ്ടോ, ഒന്നിന് ചില കുറച്ച് ദിവസം ഷെയ്ഖിന്റെ അടുത്ത് പോയി കൂടും. കുറെ ദിവസങ്ങൾ വീട്ടിൽ നിന്നാണ് പോകും. എന്നിട്ട് വരും. കുറച്ച് എന്തൊക്കെയോ കുറെ കെലിമാത്തുകൾ പദങ്ങളൊക്കെ പഠിച്ചിട്ട് വരും. എന്നിട്ട് ഓനിങ്ങനെ മാരിഫത്ത് പറയാം. കണ്ടു എത്തക്കല്ലമാണിൽ വഹിയോട്ട് വരിക. അർഷുബ മുട്ടുള്ള ഭർത്താനം പറയും. ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല, അങ്ങനെ പറയുകയാണ്. തോന്നിപ്പോകും. നോക്കികൾ സിറുൽ അസ്റാർ ഒക്കെ പറയുള്ളൂ. മാരിഫത്ത് സിറുൽ അസ്റാർ. ഇത് പറയുന്നത് ഞങ്ങളല്ല, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, വയസ്തഹദിറു അവൻ നിസ്സാരപ്പെടുത്തും ബിദാലിക അതുകൊണ്ട് ജമീഅൽ ഉലമാഇ വൽ ജമീഅൽ ഇബാദി വൽ ഉലമാ എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ മഹത്തുക്കളെയും അവൻ നിസ്സാരപ്പെടുത്തും. സമസ്തയുടെ പണ്ഡിതന്മാർ മുഴുവനും തലീകെട്ടുകാർക്ക് ഒരു ചൂക്കും തിരിയില്ല. അവർ മുഴുവനും ഇബ്ലീസിന്റെ അനുയായികൾ. അവർ മുഴുവനും ഇസ്ലാം പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചവർ. അവർ മുഴുവനും സഹോദരന്മാരെ ജൂദായിസം പ്രചരിപ്പിച്ചവർ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു കൂട്ടർ വരാനിരിക്കുന്നു. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ 3-ാമത്തെ വാള്യം 248-ാമത്തെ പേജിൽ ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ കഴിയും. അതെന്നെ നീ നാടുന്നത്, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്, അതാണ് ഇവർ ഈ പറയുന്നത്. അതുകൊണ്ട് ഈ ത്വരീഖത്തിന്റെ അപകടത്തെ കുറിച്ച് ഇനി നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. ഒരൊറ്റ കാര്യവും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്താണ് ഞാൻ പറയട്ടെ? ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഇയാള് ഈ യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ഈ ഷെയ്ഖ്, അയാൾ കുറെ കാലം സുബ്ഹാനല്ലാഹ്, അയാളെ ഭാഷ ഒന്നും ഞാൻ പറയുന്നില്ല, കുറെ കാലം അദ്ദേഹം നാട് വിട്ടു. എന്നിട്ട് യുപിയിലും രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ഇങ്ങനെ മഞ്ഞുമലകളിലും മലകളിലും കാടുകളിലും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ചില മക്ബറകളിലും പോയി. ആ മക്ബറകളിൽ പോയപ്പോൾ ഉറുദുവാദികളായ കുറെ ആളുകളെ കണ്ടു. അതിൽ കുറെ ഷിയാക്കൾ ഓലെ കണ്ടു. അങ്ങനെ ഇയാൾ കുറെ ഷിയ ആശയങ്ങളുമായിട്ട് പഠിച്ചിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്. അതാണ് അയാളെ ഈ ആലുവ തരീഖത്ത് എന്ന ഒരു ഷിയായിസം ഞങ്ങളുന്ന തരീഖത്താണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അയാളുടെ ഷിയാക്കളുമായിട്ടുള്ള അയാളുടെ ബന്ധവും. ഇവിടെ ഗുൽസാറേഖത്തിൽ ആ ബന്ധവും അയാളുടെ ഷെയ്ഖിന്റെ ഷെയ്ഖായിരുന്ന കണ്ടോ, അയാളെ ഷെയ്ഖായി ഷെയ്ഖുമാരിൽ പെട്ടവരായി പരിചയപ്പെടുത്തുന്ന സയ്യിദ് മുഹമ്മദ് ബാദ്ഷാ ചിസ്തി യമനി എന്നൊക്കെ പറയുന്ന ആൾ. അയാളെ ഫോട്ടോ തീരുണ്ട്. അയാളെ സ്വന്തം കിതാബാണ് ഗുൽസാറെ ഖദീർ എന്ന കിതാബ്. ഇതിൽ കോപ്പി അടിച്ചാൽ ഇയാൾ ഈ പറഞ്ഞത് മുഴുവൻ. ഇയാൾ എന്തെല്ലാം ആദ്യം നബിക്ക് മീശ വരച്ചത് ഷെയ്ഖിനോട് പറയുത്തരം ഒരിക്കൽ. അതാണ് പറഞ്ഞത് ഈ അന്തർജാത വർത്താനേ പറയുള്ളൂ. ഖലീഫക്ക് ഖലീഫനെ മയ്യത്ത് ചെയ്തു. അത് ചേർത്ത് കൊടുത്തപ്പോൾ മുസ്ലിരെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ചോദിച്ചോളിയോ? എന്താ ചോദിക്കാം? എന്നാ ആദം നബിക്ക് മീശ മോച്ചത്? ആദം നബിക്ക് മീശ മോച്ച പറ്റി അവ പറഞ്ഞു അത് എനിക്ക് അറിയില്ലല്ലോ പറഞ്ഞു. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഖലീഫ അപ്പൊ പറഞ്ഞു ഇതാണ് ഈ മുസ്ലിംമാർക്ക് വിവരമില്ലാണ്. ആദം നബിക്ക് മീശ മുളച്ചത് അറിയില്ലെങ്കിൽ എന്ത് മുസ്ലിംങ്ങൾ നിങ്ങൾ ചിന്തിച്ചോ. ആദം നബിക്ക് പല്ല് മുളച്ചത്, ആദം നബിക്ക് മീശ മുളച്ചത്, ഇതൊക്കെ തരീഖത്ത് എന്നാൽ എന്താ ഈ പറയുന്നത്?
ഞാൻ ഇരിക്കട്ടെ, പിന്നെ ഞാൻ വിഷയം നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്, വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഈ ഉത്സാഹഗതിയും ഈ സംഗതികളും ഒക്കെ നമുക്കറിയാം. ഇതൊരു ഷിയാക്കളുടെ ഒരു സംഗതികളാണ്. ഷിയാക്കളുമായി ബന്ധപ്പെട്ട ഒരു ചായ്വുള്ള ബന്ധമുള്ള ഒരു തരീക്കത്താണ് എന്നത് നമുക്കിത് പഠിച്ചാൽ മനസ്സിലാവും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇത് അവരുടെ ഷെയ്ഖ് മുരീദിന് നൽകുന്ന സിൽസില. ഇതാണ് ഈ സിൽസില. ഇപ്പൊ സിൽസില മാറ്റാൻ തുടങ്ങിക്കണത് നമ്മൾ പറയുന്നത് ഞങ്ങളെ കൊണ്ട് മുഴുവൻ മാറ്റിച്ചു ഞങ്ങൾ. അതിരിക്കട്ടെ, ഈ സിൽസില സഹോദരന്മാരെ കണ്ടോ, ഷിയാക്കള് പറയുന്ന 12 ഇമാമികളുണ്ട്. അല്ല അയിമ്മത്തുൽ മഅസൂമാന്ന് അവർ പറയുന്ന 12 ഇമാമുകൾ. ആ ഇമാമുകളുടെ പേര് ഓരോന്ന് പറഞ്ഞ് അലൈഹിസ്സലാം, അലി കറമല്ലാഹു അലൈഹിസ്സലാം, അതുപോലെ ഇമാം ബാസൻ, പിന്നെ ഇമാം ജാഫർ സാദിഖ് അലൈഹിസ്സലാം, മുഹമ്മദ് അലൈഹിസ്സലാം, ഇങ്ങനെ സൈനുൽ ആബിദ് അലൈഹിസ്സലാം, 12 അഹ്ലു ബൈത്തിൽപ്പെട്ട 12 ആളുകളെ പേര് പറഞ്ഞ് അലൈഹിസ്സലാം എന്നും പറഞ്ഞ് ഒരു സംഗതിയൊക്കെ തട്ടിപ്പടച്ചുണ്ടാക്കിയിട്ടാണ് അവർ ഈ സിൽസില വിതരണം ചെയ്യുന്നത്. അതിന് രേഖ മാത്രമല്ല, ഈ സിൽസിലയുടെ അവസാനത്ത് ഹിദായാത്ത് എന്ന് പറഞ്ഞിട്ട് അമ്മാ ബഅദ് ഇതിൽ കാണാം. ഒരു ഏറ്റവും വലിയ അബദ്ധം അവർ ഇതിൽ എഴുതി പിടിപ്പിച്ചത് കാണാം. എന്താ അറിയോദികൾ? അലിഫ് ലാം മീം. അത് നമ്മളെ ഷെയ്ഖ് കക്കാട്, അടുത്ത് നമ്മളെ കക്കാട് വന്നിട്ട് ഷെയ്ഖ് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, അലിഫ് ഖുർആനിലുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആൻ പറയുക അലിഫ് ലാം മീം അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക. ദാലികൽ കിതാബു, ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് പറയുന്നത്. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് ഹുദയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. എന്നാൽ ദാലികൽ കിതാബു എന്ന് പറയുന്ന ആ ദാലികൽ കിതാബു ഏതാ? അതിനെക്കുറിച്ച് ആലുവ തരീഖത്തുകാർ നൽകുന്ന സനദിന്റെ ബാക്കിൽ, സിൽസിലയുടെ ബാക്കിൽ അവർ എഴുതി കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഫമാനല്ലായത്തി അലിഫ് ലാം മീം ദാലികൽ കിതാബു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഷെയ്ഖും പറഞ്ഞു, അത് ഈ മോലയമാര് പറഞ്ഞ മാതിരി ദാലികൽ കിതാബ് പറഞ്ഞ ഖുർആൻ ഒന്നുമല്ല, പിന്നെ എന്താണ്? കണ്ടോ, അൽ മൂമാ ഇലൈഹി കിതാബുൽ ജഫ്രി വൽ ജാമിഅ, അത് ജഫർ ജാമിഅ എന്ന് പറയുന്ന ഒരു കിതാബാകുന്നു. നമ്മൾ കണ്ട കാലം പഠിച്ചത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലികൽ കിതാബ് എന്നാണ് ആ ഗ്രന്ഥം തന്നെ ഖുർആൻ, അത് ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാകും. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇവര് പറഞ്ഞത് ദാലികൽ കിതാബ് എന്ന് പറഞ്ഞാൽ അത് ജഫർ ജാമിഅ എന്ന് പറഞ്ഞ കിതാബുണ്ട്, അതാണ്, അതിനെ കുറിച്ചാണ്. എന്നിട്ടോ ഹാൽ മുസ്തബിൽ വലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന കിതാബാണത്. ബി അന്നഹു യകൂനു മഅൽ മഹ്ദി ഫി ആഖിരി സമാനി, അത് ആഖിറു സമാനിൽ ഇമാം മഹ്ദിയോട് കൂടെയാണ് അത് ഉണ്ടാവുക, അപ്പോഴൊന്നും അത് ഉണ്ടാവില്ല. അതാണ് ദാലികൽ കിതാബ് കൊണ്ട് വിവക്ഷിക്കുന്നത്. ഖുർആൻ പറയുന്നതോ ദാലികൽ കിതാബ് ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്, നേർമാർഗമാണ്, അത് പരിശുദ്ധ ഖുർആനാണ്. ഇവര് പറഞ്ഞതോ മുത്തഖീങ്ങൾക്ക് ഹുദയാണ് എന്ന് പറയാൻ പോകുന്ന ഈ കിതാബ് ഇപ്പോഴുള്ളതൊന്നല്ല. അവസാന നാളിൽ ഇമാം മഹ്ദി വരുമ്പോ മൂപ്പരുടെ കൂടെ ഉണ്ടാകുന്ന ജഫർ ജാമിഅയാകുന്നു. നോക്കുക, ഇതാ ജഫർ ജാമിഅ. ഇവിടെ ഒരാളെ വന്ന് പ്രസംഗിക്കുക, രണ്ടാമത്തെ മഹാനായ അബ്ബാസ് ഫൈസി പറയാ, ഇവർക്ക് ജഫർ ജാമിഅ ഞങ്ങളല്ലേ പഠിപ്പിച്ചത്, പഠിപ്പിക്കും ഞാൻ, ഓരോരുത്തരോട് വരട്ടെ വിശദീകരിക്കട്ടെ എന്ന്. ഞാനൊന്ന് പഠിപ്പിക്കാൻ തന്നെ ഞാൻ വന്നത്, എൻ്റെ ആ പൊട്ടപ്പാടത്തൊന്ന് പഠിപ്പിച്ചതാ ഞാൻ. എൻ്റെ ആ ജഫർ ജാമിഅന്റെ പൂതി ഞാൻ തീർക്കുന്നത് കാളക്കൂട്ടം പറയാം. ആഹാ, ജഫർ ജാമിഅ. സഹോദരന്മാരെ, എന്താണ് ഈ ജഫർ ജാമിഅ? ഏതാ, എന്തായാലും ഈ ജഫർ ജാമിഅ? എന്നിട്ട് അവിടെയാണ് നമ്മളെ ഉസ്താദിന്റെ ഇരിക്കട്ടെ ആ പത്താം റിസാല സമ്മേളനം. ഈ ജഫർ ജാമിഅ എന്ന് പറയുന്ന ഈ സംഗതി, അത് നമ്മൾക്ക് ജഫർ ജാമിഅ എന്താ എല്ലാവർക്കും അറിയാം. അവിടെ സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഖാലി അഹ്മദുദ്ദീനിന്റെ കിതാബുൽ മവാഖിഫാണ് എൻ്റെ കയ്യിൽ. അതിലുണ്ട് ജഫർ ജാമിയും ജഫർ ഇൽമുൽ ജഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, അൽ മൻഹലിൽ വരെ ഇൽമുൽ ജഫർ എന്ന് പറഞ്ഞാൽ കാണാം. പ്രശ്നവിദ്യ, മറ്റേ ഒരു തത്സമാത്തും ഒരു സംഗതി എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു വിജ്ഞാനമാണ്. അതൊന്നും ആ ഒരു സംഖ്യാശാസ്ത്രം, അതൊക്കെ പാടെ ഉൾപ്പെട്ടതാണ് ഈ ഇൽമുൽ ജഫർ എന്ന് പറയുന്നത്. എന്നാൽ കിതാബുൽ ജഫർ എന്ന് പറയുന്ന, കിതാബുൽ ജഫ്രി വൽ ജാമിഅ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അത് ഷിയാക്കൾ പറയുന്നത്, ഷിയാക്കളുടെ ഗ്രന്ഥമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഷിയാക്കളുടെ ഗ്രന്ഥമാണ് എന്ന് ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇത് ഷിയാക്കളുടെ ഗ്രന്ഥം. ഇതാണ് ഷിയാക്കളുടെ വലിയ നേതാവായ, എന്താണ് പേര്, കൽബി,
അൽ ഉസൂലു മിനൽ കാഫി ഫിഖത്തുൽ ഇസ്ലാം അബൂ ജഅഫർ മുഹമ്മദ് ബിൻ യാഖൂബ് ബിൻ ഇസ്ഹാഖ് അൽ കുലൈനി അർ-റാസി എന്ന് പറയുന്ന ഈ 328 അല്ലെങ്കിൽ 9 മരിച്ച ആളാണ്. ഇത് ഷിയാക്കളെ നേതാവാണ്. അയാളുടെ ഗ്രന്ഥമാണ് അൽ ഉസൂലു മിനൽ കാഫി എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ജഫർ എന്താണ്, ജാമ്യ എന്താണ് വിശദീകരിക്കാൻ നേരമില്ല, അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. ജഫർ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിനുള്ള ഒരു കിതാബാണ്. അതായത് മുഹമ്മദ് നബിക്ക് ഖുർആൻ അവതീർണമായതുപോലെ ഷിയാക്കൾ വിശ്വസിക്കുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുണ്ട്, ജഫർ എന്ന് പറയുന്ന കിതാബുണ്ട് എന്നാണ്. അതിൽ ഖുർആനിലുള്ളതിന്റെ ഇരട്ടി ആശയങ്ങളുണ്ട് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അതുപോലെ ജാമ്യ എന്ന് പറയുന്ന വേറൊരു സാധനം ഉണ്ട്, അത് ഫാത്തിമ ബീവിക്ക് ഇറക്കി കൊടുത്തതെന്നാണ്. ഇവര് ഷിയാക്കൾ പല വിശ്വാസമാണല്ലോ. മുഹമ്മദ് നബിയിലേക്ക് അല്ല വന്നത് വഴിയുമായിട്ട്, അലിന്റെ അരിയിലേക്കാണ് വന്നത്. അത് മുഹമ്മദ് നബി തട്ടിയെടുത്തതാണ് എന്ന് വരെ വിശ്വസിക്കുന്ന ഷിയാക്കളുണ്ട്. ഇമാം അബുൽ ഹസൻ അശ്ശരി ഈ ജഫറിനെ കുറിച്ചും ജാമ്യനെ കുറിച്ചൊക്കെ നന്നായി പറഞ്ഞ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സഹോദരന്മാരെ, അങ്ങനെ ഈ ഷിയാക്കൾ വിശ്വസിക്കുന്നുണ്ട് ഒരു ജഫറും ജാമ്യയും. ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കാം. ജഫറും ജാമ്യയും എന്ന് പറയുന്ന ഗ്രന്ഥം അലി റളിയല്ലാഹു അൻഹു ഇറങ്ങിയത് ഒരു ജഫറും, ജാമ്യ എന്ന് പറയുന്ന ഫാത്തിമ ബീവിക്ക് ഇറക്കപ്പെട്ടതാണ് എന്നും ഷിയാക്കൾ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇത് ഷിയാക്കളെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്. ദാലിക്കൽ കിതാബു, ശൈഖ് പറയുന്നതോ ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞ അൽ കിതാബുൽ ജഫരി വൽ ജാമിയ, ജഫർ ജാമിയയാകുന്നു. ഇതുകൊണ്ടാണ് ഞങ്ങൾ തീർത്തു സംശയിക്കുന്നത് ഇത് ഷിയാക്കളുമായി ബന്ധപ്പെട്ട തരീഖത്താണ്. മൂപ്പരിങ്ങനെ ഞാൻ പറഞ്ഞത് രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും എവിടെ ഇവിടെ യുപിയിലോ കടന്നപ്പോൾ 2 ഷിയാക്കൾ, ഈ മക്കബറിൽ ഇങ്ങനെ ഷിയാക്കളും ഉണ്ടാവുമല്ലോ കഥയില്ലാത്തവർ, ഓലപ്പം കൂടി ഒരു 4 ഗുസാറൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറെ സംഗതികൾ പഠിച്ചിട്ട് വന്നു എന്നല്ലാതെ ഇതിന് ഇസ്ലാമികമായി ബന്ധമില്ല. ഇതാണ് ഈ ജഫർ ജാമിയ. അതുകൊണ്ട് നമ്മൾ പറയുന്നു, നമ്മൾ തീർത്തും സംശയിക്കുന്നു ഇത് ഷിയാക്കളുമായി ബന്ധമുള്ള ഒരാശയമാകുന്നു. ഇതാണ് നമ്മൾ ജഫർ ജാമിയനെ കുറിച്ച് പറയുന്നത്. അപ്പോഴേക്ക് മൂപ്പരും കിട്ടി ഇളകിയില്ലേ. എന്താണ് ഇളകിയത്? ജഫർ ജാമിയ ഞാൻ പഠിപ്പിക്കും, ഞങ്ങളാണത് പഠിപ്പിച്ചത്. അങ്ങനെ എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ സഹോദരന്മാരെ, അലി റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഒരു കിതാബ് ഉണ്ടോ? ഒരിക്കലുമില്ല. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചാൽ കാണാം. സഹീഹുൽ ബുഖാരിയുടെ ഇമാം ബുഖാരി തന്റെ 7300 നമ്പർ ഹദീസായി, അതുപോലെ തന്നെ 110 ഇമാം ബുഖാരി പറഞ്ഞത് കാണാം. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് ഈ ഷിയാക്കൾ പറയുന്നല്ലോ നിങ്ങൾക്കൊരു കിതാബ് ഉണ്ട്, അത് ശരിയാണോ? അപ്പോ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇല്ലേ ഇല്ല, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാഇൻദനാ മിൻ കിതാബ്, എനിക്ക് വേറെ കിതാബില്ല, ഈ കിതാബിൽ യുഖറഉല്ല കിതാബല്ലാഹ്, അള്ളാന്റെ ഖുർആൻ അല്ലാതെ വേറൊരു കിതാബ് എനിക്ക് ഇല്ലേ, അത് ഷിയാക്കൾ പറയുന്നത് പോലെ അത് ശരിയല്ലേ എന്ന് പറഞ്ഞ് നേരത്തെ അലി റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞതാണ്. ഇമാം ബുഖാരി തന്റെ സഹീൽ ഉദ്ധരിച്ചതാണ്. അതുണ്ട് എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. അതാ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഷിയാക്കളുമായുള്ള ബന്ധവും ഇതെല്ലാം കൂടി വെച്ചു നോക്കുമ്പോൾ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശിക്കുന്നത് അൽ കിതാബുൽ ജഫരി വൽ ജാമിയ ആകുന്നു എന്നാണ് നിങ്ങളെ ഈ സിൽസിലയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇല്ലാതെന്തിനാ പറഞ്ഞത്? നമുക്കൊരു ബേജാറുമില്ല, പറഞ്ഞു. അതിനെ കയർക്കാൻ വേണ്ടി ഇയാൾ ചെയ്യുന്ന എന്തെങ്കിലും പൊന്മള ഉസ്താദിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. റിസാലയുടെ ഈ പതിപ്പ്, സമ്മേളന പതിപ്പ് എടുത്തിട്ട് അയാൾ ഉസ്താദ് അതിനെക്കുറിച്ച് പറയുകയാണ്. അതിനു മുമ്പ് അയാൾ ഒരു തിരിമറി എടുത്ത് ഞാൻ ആദ്യം പറയാം, ഒരു തെരീക്കത്തേറാണ്, ഞമ്മക്ക് വിവരമില്ല. നമ്മൾ മുരീദല്ല, ശൈഖല്ല, തെരീക്കത്തില്ല, ഒന്നുമില്ല, ഞമ്മക്ക് ഒരു വിവരമില്ല. ഒരു വിവരം ഞങ്ങൾ അടുത്തു കൂടെ പോയിട്ടേ ഇല്ല. ആയിക്കോട്ടെ, ഒരു എതിർപ്പില്ല, അവന് ഞങ്ങൾക്ക് എന്തും ചെയ്യാം. അങ്ങനെ നിങ്ങൾ കരുതിക്കോളി. നിങ്ങളങ്ങനല്ല, നിങ്ങൾ വലിയ കൂട്ടരല്ലേ, ഒന്നാമത് ഇല്ലാതെ ഒന്നാമത് ഇങ്ങോട്ട് അർഷമെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരൽ നിങ്ങൾ എടുത്തുക, ആ കൂട്ടരാങ്ങൾ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. എന്നാൽ നിങ്ങൾ കാണിക്കുന്ന ഒരു കാര്യം, പൊന്മള ഉസ്താദിനെ കുറിച്ച് ആൾ പറയാണ്, പൊന്മളയുമായി അഭിമുഖം. അപ്പൊ അതിന്റെ ഇടയ്ക്കൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ട് ലീഗുകാർ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ലീഗുകാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയാം. എന്താ? അദ്ദേഹം പറയാണ്, സമസ്തയുമായി ഉസ്താദിന് ബന്ധമുണ്ടായിരുന്നോ? അപ്പൊ ചോദ്യം, ഇല്ല, സംഘടനാ ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഈ സംഘടനയിൽ തന്നെ അന്ന് കുറെ ആളുകൾ ലീഗുമായി കൂട്ടുകെട്ടുണ്ടായിരുന്നത് ഉസ്താദിന് അന്ന് തന്നെ വെറുപ്പായിരുന്നു. അപ്പൊ കണ്ടില്ലേ നിങ്ങൾ, ഇവരുടെ അവസ്ഥ കണ്ടില്ലേ എന്നാ ഇയാൾ പറഞ്ഞത്. ചങ്ങാതി, ഇത് പൊന്മള ഉസ്താദിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ഇതിന്റെ അപ്പുറം മുഴുവൻ വായിക്കണ്ടേ, അപ്പോഴേ തിരിയുള്ളൂ. ഇത് വെറുതെ കട്ടുവെക്കുക, അതന്നെ. ഏതോ ആവട്ടെ, ഞാൻ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതൊന്നും പറഞ്ഞ് നേരം കളയുന്നില്ല. ഇതിനെന്നിട്ട് ഇതിന്റെ 44-ാമത്തെ പേജിൽ കിതാബുൽ ജഫറിനെ കുറിച്ച് പറഞ്ഞു. അതാ കിതാബുൽ ജഫർ ജാമ്യ ആരുടേതാണ്? ഈ ചോദ്യം
അപ്പോൾ ഉസ്താദിന്റെ മറുപടി നിൽക്കട്ടെ, ഞാൻ പറയാം. ഈ ഏടിൽ പറഞ്ഞ അതേപോലെ ഈ ഷെയ്ഖ് ഇപ്പോൾ ഇവിടെ വന്നു, നമ്മുടെ കക്കാട് വന്ന് പ്രസംഗിച്ചപ്പോൾ ഈ ഏട്ടിലുള്ളത് പോലെ അയാളുടെ പ്രസംഗത്തിലും പറഞ്ഞു. ഇത് ഈ പൊന്മള ഉസ്താദിനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ, ഒരു അഭിമുഖം, അതാദ്യം മനസ്സിലാക്കണമെന്ന്. അതായത് ഉസ്താദ് പറഞ്ഞ ആ വാക്കുകൾ അതേ രൂപത്തിൽ, ഒരു ലേഖനമല്ല, അതേ വാക്കുകൾ അതേ രൂപത്തിൽ അതിൽ പറഞ്ഞ ആ ഈ ഊന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂ, ആ അക്ഷരങ്ങൾ അപ്പടി കൊടുത്തതാ, വാക്കുകൾ അപ്പടി അക്ഷരങ്ങളാക്കി എഴുതിയതാ. അപ്പൊ അതിൻ്റെതായ ആ ഭംഗി, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഭംഗി ഉണ്ടാകും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അപ്പൊ പറയാം, നിൽക്കട്ടെ, ഞാൻ പറയാം. കണ്ടോ, അതൊക്കെ ആ ശൈലിയാണ്. ഈ ഏട്ടിൽ പറഞ്ഞ അതേപോലെ ഈ ഷെയ്ഖ് ഇപ്പോൾ ഇവിടെ വന്നു, നമ്മുടെ കക്കാട് വന്ന് പ്രസംഗിച്ചപ്പോൾ ഈ ഏട്ടിലുള്ളത് പോലെ അയാളുടെ പ്രസംഗത്തിലും പറഞ്ഞു. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു, എന്താണ് ഈ ജഫർ ജാമിയ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഷിയാക്കളുടെ ഉസൂൽ കാഫി എന്നൊരു കിതാബുണ്ട്. ആ ഉസൂൽ കാഫിയിൽ നിന്ന് ഇത് രണ്ടിനെ കുറിച്ചും കിട്ടി, കിതാബുൽ ജഫറിനെ കുറിച്ചും കിതാബുൽ ജാമിയയെ കുറിച്ചും. കിതാബുൽ ജഫർ എന്ന് പറഞ്ഞാൽ ഇവരുടെ വിശ്വാസപ്രകാരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയ കിതാബാണ് എന്നാണ് അതിൽ പറയുന്നത്. ജാമിയ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിക്ക് ഇറങ്ങിയ കിതാബാണ്. ഖുർആനിലുള്ളതിന്റെ എത്രയോ 10 മടങ്ങ് ഈ 2 കിതാബിലുമുണ്ട് എന്നാണ് ഈ പരാമർശം. അത് ഉസൂലുൽ കാഫി എന്ന കിതാബിൽ ഞാൻ തന്നെ കണ്ടു. ഇതാണ് പുസ്തകത്തിൽ, അങ്ങനെ ഏകദേശം പിന്നെ മുഖദ്ദിമയിലും കണ്ടു എന്നിങ്ങനെ ദീർഘമായി പറയും. ഇത് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക, എന്താ ഇവർക്ക് ജഫർ തിരിഞ്ഞത് ഇപ്പോഴാണ്, ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ട്. സഹോദരന്മാരെ, ഇത് സമ്മേളന പതിപ്പ് വന്നപ്പോ ഇവരെന്തു ചെയ്തു? ഒരു നോട്ടീസാണ് ആ ഫത്തുവയുടെ വിട്ടിന് എവിടെ അതിൽ അവര് നോക്കി, അതിൽ അവര് ആ ഫത്തുവ വിഡ്ഢിത്തത്തിന്റെ വിളംബരം, ആ ഫത്തുവ വിഡ്ഢിത്തത്തിന്റെ വിളംബരം എന്ന് പറഞ്ഞ് ഒരു ലഘുലേഖ ഇറക്കി. അതിൽ ജഫർ ജാമിയ സംബന്ധമായി ഒരു ചർച്ച. അവരുടെ ഈ സിൽസിലയിൽ ഉള്ള ഈ പരാമർശം നമ്മൾ പറഞ്ഞു, ലാലിക്കൽ കിതാബു എന്ന് പറഞ്ഞാൽ ജഫർ ജാമിയയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് പറയാം, ജഫർ ജാമിയയാണ് ലാലിക്കൽ കിതാബു എന്ന് നിങ്ങളുടെ സിൽസിലയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖുർആനിൽ ഖുർആൻ പണ്ഡിതന്മാരോ മുസ്ലിം പണ്ഡിതന്മാരോ ആരും പറഞ്ഞിട്ടില്ല. ലാലിക്കൽ കിതാബു എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ്, അല്ലാതെ ലാലിക്കൽ കിതാബു എന്ന് പറഞ്ഞാൽ ജഫർ ജാമിയാവുന്ന കിതാബാവുന്നു എന്ന് ഖുർആൻ പണ്ഡിതരോ അല്ലാത്തവരോ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മൂപ്പര് പറയാം. എന്താ പറയുന്നത്? ജഫർ ജാമിയ സുന്നി ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന മഹാനായ ഇബ്നു അറബി തന്റെ ഇശാരിയായ തഫ്സീരിൽ ഖുർആന്റെ ആന്തരിക വ്യാഖ്യാനം സൂറത്തുൽ ബഖറയിലെ ദാലിക്കൽ കിതാബ് എന്ന 2-ാം സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് കിതാബുൽ ജഫറി വൽ ജാമിയയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. നോക്കണേ. പക്ഷേ ഇത് കാണാൻ അവസരം ലഭിക്കാത്ത ഇക്കൂട്ടർ ഷെയ്ഖ് കൊടുക്കുന്ന സിൽസിലയിൽ മഹാനായ ഇബ്നു അറബിയുടെ അതേ വ്യാഖ്യാനം കൊടുത്തത് കണ്ട് ഷിയ ആരോപണം നടത്തി ആപ്പിലായിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഞങ്ങളെ ഈ ത്വരീഖത്തിന്റെ സിൽസിലയിൽ പറഞ്ഞതിൽ നിങ്ങളൊന്നും വിഷമിക്കണ്ട. അതുപോലെ ഏതിലുണ്ട്? ഇബ്നു അറബിയുടെ തഫ്സീറിലും അതുണ്ട്. ഇബ്നു അറബിയുടെ തഫ്സീറിലും അത് അപ്പടിയുണ്ട്. അത് കാണാതെ നിങ്ങൾ ഞങ്ങളെ മേക്കട്ട് കയറിയത് എന്നാ പറഞ്ഞത്. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. ഈ സിദ്ധിയിലുള്ളത് പോലെ അതിലുണ്ട്. നോക്കണേ, ഞാൻ പറഞ്ഞു വരികൾ നിങ്ങളൊന്നുകൂടി പറഞ്ഞതോ. ദാലിക്കൽ കിതാബ് സൂറത്തുൽ ബഖറയിലെ ദാലിക്കൽ കിതാബ് എന്ന 2-ാം സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് കിതാബുൽ ജഫർ വൽ ജാമിയയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു അറബിയുടെ തഫ്സീറിൽ ഇതാണ് ഇപ്പൊ അവർ പറയുന്നത്. ഇതുപോലെ ഇതിലുണ്ട്. ഇബ്നു അറബിയുടെ തഫ്സീറിലുണ്ട്. നമുക്ക് നോക്കാലോ ഉണ്ടോ ഇല്ലേ. അതിനിടയ്ക്ക് ഞാനൊന്ന് പറയുന്നു. ഇബ്നു അറബിയുടെ തഫ്സീർ എന്ന് പറഞ്ഞാൽ, ഇബ്നു അറബി മഹാനായ സൂഫിയാണ്. ആർക്കും പണ്ഡിത ലോകത്ത് തർക്കമില്ല. തർക്കമില്ല എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ പ്രബലമായ പണ്ഡിതന്മാർക്ക് ആർക്കും തർക്കമില്ലാത്ത വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ചില ആളുകൾ തിരിമറികൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, ഇനി അങ്ങനെ ആരും പറയണ്ട. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ കിതാബ് അൽ ഫതാവ അൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ 242-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു തിരിമറി നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഗ്രന്ഥമാണ് തഫ്സീർ ഇബ്നു അറബി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ തഫ്സീർ ഇബ്നു അറബിയിൽ ഇതുപോലെ ഉണ്ട് എന്നാ പറഞ്ഞത്. എന്നാ നമുക്ക് അതൊന്ന് നോക്കുക, അതുണ്ടോ? ഉണ്ട് എന്നിതാ മലയാളത്തിൽ മുജാഹിദുകൾ ഇവിടെ നമ്മക്ക് ജഫറും ജാമിയും പഠിപ്പിക്കാൻ വേണ്ടി വന്ന വലിയൊരു മുദരിസിന്റെ ഇവിടെ പഠിപ്പിച്ചിട്ട് ഞാൻ വിടും. ഞങ്ങൾ എല്ലാവരും വിശദീകരണം എല്ലാവരും ഞാൻ ശരിയാക്കി തരാം. എല്ലാവരും ഞാൻ ശരിയാക്കാൻ പോകും.
അത് പഠിപ്പിച്ച ഓ മഹാനായ മഹാപണ്ഡിത, ഓ ശൈഖേ, മുറബ്ബിയേ, ഖലീഫേ, മനസ്സിലാക്കിക്കോ, ഇബ്നുൽ അറബിയുടെ തഫ്സീറിലുള്ളത് അങ്ങനെയല്ല. ഇത് പഠിക്കണ്ടേ, തിരിയണ്ടേ, തഫ്സീർ നോക്കണ്ടേ. മേലെന്ന് ആരെങ്കിലും എഴുതി തന്നെ ചീട്ടുകൊണ്ട് വന്നാ പോരാ, കിതാബ് നോക്ക്, അപ്പൊ കാണാം. ഫമഅനൽ ആയത്തി, ഇബ്നുൽ അറബിയുടെ തഫ്സീർ 14-ാം പേജ്. ഫമഅനൽ ആയത്തി, ഈ ആയത്തിന്റെ മാന അലിഫ് ലാം മീം ദാലികൽ കിതാബുൽ മൗഊദു എന്നിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് അൽ മൂമാ ഇലൈഹാ, അതിലേക്ക് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബി കിതാബിൽ ജഫരി വൽ ജാമിഅ, ഇങ്ങനെയുള്ളത്. ദാലികൽ കിതാബു, ആ ഗ്രന്ഥം ഹുദലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാകുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ച ആ ഗ്രന്ഥം കിതാബുൽ ജഫരി വൽ ജാമിഅ എന്നല്ല. ആലുവക്കാരെ, തെരീഖത്തുകാരെ, അറബി അറിയുന്നവരെ, അങ്ങനെ അല്ല ഇബ്നു അറബിയുടെ തഫ്സീറിലുള്ളത്. എന്നിട്ട് പച്ചയായി പറയാ, ഇബ്നുൽ അറബിയുടെ തഫ്സീറിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ അതിന്റെ ഫത്വ, ആ ഫത്വ വിഡ്ഢിത്തത്തിന്റെ വിളംബരം. ഇപ്പൊ മനസ്സിലായോ ഏതാണ് വിഡ്ഢിത്തത്തിന്റെ വിളംബരം എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയല്ല, വിഡ്ഢിത്തത്തിന്റെ വിളംബരം എന്ന പേരിൽ നിങ്ങൾ ഇറക്കിയ ലഘുലേഖയിൽ ഉള്ളതുപോലെ അല്ല തഫ്സീറിൽ ഇബ്നു അറബിയിലുള്ളത്. നിങ്ങൾ ജഫർ ഒന്ന് പഠിപ്പിക്കി, ജനങ്ങളൊന്ന് കേൾക്കട്ടെ, ജഫർ ഒന്ന് പഠിയട്ടെ ജനങ്ങൾ. ഇതിലുള്ളത് ഇതാണ്, അൽ മൂമാ ഇലൈഹാ ബി കിതാബിൽ ജഫരി വൽ ജാമിഅ. ഒരു ബി ഉണ്ട്, അതിന് അർത്ഥങ്ങൾ കൂടും. ദാലികൽ കിതാബ് എന്ന് പറഞ്ഞാൽ ജഫർ ജാമിഅയാണ് എന്നല്ല. പിന്നെയോ ദാലികൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ. പിന്നെയോ ആ ദാലികൽ കിതാബു എന്ന് പറഞ്ഞ ഖുർആനിലേക്ക് ജഫർ ജാമിയയിലൂടെ ഇശാറത്തുണ്ട്, സൂചനയുണ്ട്. അത് ശരിയാണ്. ഖുർആനിന്റെ വൈപുല്യമാർന്ന ആശയങ്ങൾ, ഇത്തരം സംഖ്യാശാസ്ത്രമാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഇൽമുൽ ജഫർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ മറ്റെന്താവട്ടെ, അതുകൊണ്ട് അതിന്റെ അതിന്റെ ആശയ വൈപുല്യതയിലേക്ക് ഇശാറത്തുണ്ട്. അതിലാർക്കും തർക്കമില്ല. ദാലികൽ കിതാബു എന്ന് പറയുന്നത് ജഫർ ജാമിഅ ആണോ അല്ലേ, ഇവിടെ തർക്കം. നിങ്ങളെ സനദിലുള്ളത് എങ്ങനെ അറിയോ? മുഫ്തി ഖബറു അല്ലെങ്കിൽ പഠിച്ചോളി കേൾക്കി, ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ആദ്യം നമ്മളെ പഠിപ്പിക്കണ്ട. നിങ്ങൾ ഷെയ്ഖും ഖലീഫും മുരീദും ഒക്കെ ആണല്ലോ. ഞാൻ അതൊന്നുമല്ല, ഞാൻ ഒരു മുത്താലിമ. ഷെയ്ഖും ഇല്ല, തെരീഖത്തും ഇല്ല, തെർബിയത്തും ഇല്ല, മഹാപോയത്തക്കാരൻ. വിവരം എന്ന് പറഞ്ഞാൽ അടുത്ത് കൂടെ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് പണിയുടെ ഇബ്ലീസിന്റെ കസാർമ പോയി ഇരിക്കലുമാണ്. അങ്ങനെ യാതൊരു വിവരവും ഇല്ലാത്ത, ഒന്നിനും കൊള്ളാത്ത, നിങ്ങളെ കാണാൻ പോലും യോഗ്യതയില്ലാത്ത ഞാനായി പറഞ്ഞത് തെർക്കി പഠിച്ചോളി. എന്താ ഫമഅനല്ലായത്തി അലിഫ് ലാം മീം ദാലികൽ കിതാബു, ദാലികൽ കിതാബു ആകുന്നത് അൽ മൗഊദു വൈ സൂറത്തുൽ കുല്ലി അൽ മൂമാ ഇലൈഹി കിതാബുൽ ജഫരി. ഖബർ കിതാബുൽ ജഫരീന, കിതാബുൽ ജഫരി വൽ ജാമിഅ. അങ്ങനെ അപ്പൊ ദാലികൽ കിതാബു ആകുന്നത് ഈ ജഫർ ജാമിഅയാകുന്നു. ഇതിലുള്ളത് അങ്ങനെയല്ല. ജഫർ ജാമിയ മുഖേന സൂചന നൽകപ്പെട്ടിട്ടുള്ളത് എന്നാ. ഇത് രണ്ടും രണ്ടാ. അത് തിരിയണമെങ്കിൽ പള്ളി ധരിച്ചിട്ട് ഗുരുത്വം പൊരുത്തം നേടിയിട്ട് ഉസ്താദുമാരെ മുമ്പിൽ മശായിഖന്മാരുടെ ഗുരുത്വത്തോടെ കിതാബൂരി പഠിക്കണം. അവരെ മേക്കട്ടുകാരല്ല, അവരെ നെഞ്ചത്തുകാരല്ല, അവരെ ചെല്ലുവിളിക്കല്ല, അവരെ ചീത്ത വിളിക്കലല്ല, അവർ ഇബ്ലീസിന്റെ അനുയായികളാണെന്ന് പറയലല്ല, ഉസ്താദുമാര് അവർ വ്യഭിചാരികളാണെന്ന് പറയലല്ല, അശ്ലീലക്കാരാണെന്ന് പറയലല്ല. ഗുരുത്വം പൊരുത്തമാണ്. അതില്ലാത്തതിന്റെ ആ വിഷമമാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്നും മുസ്ലിം കേരളത്തിന് ചുക്കുമല്ല. അറിയങ്ങൾ സമസ്തയുടെ ഉലമാക്കൾ പോകട്ടെ, ഞങ്ങളെ പോകട്ടെ, പാവപ്പെട്ട മുതാലിമുകൾ മാത്രം മതി. നിങ്ങളെ ഒരു ചുക്കു, ഞങ്ങൾക്ക് ഒരു ചുക്കു അല്ല നിങ്ങൾ. അറിയോ നിങ്ങൾ? എന്നിട്ട് നിങ്ങളാ ഞങ്ങളെ ഉലമാക്കളെ വെല്ലുവിളിക്കണം. എന്താ ഓരോരുത്തർ അഹങ്കാരത്തിന്റെ വലിപ്പം എത്രയെന്ന് അറിയോ നിങ്ങൾ? അപ്പൊ ഈ ജഫർ ജാമിഅ എന്ന് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇബ്നു അറബിയുടെ കിതാബിൽ പറഞ്ഞതുപോലെയല്ല ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞത് അത് ശുദ്ധ കളവുമാണ്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സമയം വളരെ അതിക്രമിച്ചു. നമ്മൾ ഉദ്ദേശിച്ചതും ഞാൻ കരുതിയതിനും സമയം അങ്ങനെ അതിക്രമിച്ചത് കൊണ്ട് നിർത്തുകയാണ്. ചുരുക്കി ഞാൻ പറയട്ടെ, ഷെയ്ഖ് അതുപോലെ ത്വരീഖത്ത് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ വശം അത് എത്തിപ്പിടിക്കാൻ ഒരിക്കലും നമ്മുടെ സാധാരണക്കാരായ വിവരമില്ലാത്ത ആളുകൾക്ക് കഴിയില്ല.
ശൈഖിനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ അത് മേളിച്ചവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇന്ന് കള്ളത്വരീഖത്തുകളായി അറിയപ്പെടുന്ന നമ്മുടെ ഉലമാക്കൾ അത് പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വ്യാജന്മാരാണ് എന്ന് പറയുന്ന ഏത് ത്വരീഖത്തുണ്ടോ അവരൊക്കെ വ്യാജവാദികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നല്ല പണ്ഡിതന്മാർ, ശൈഖ് മുരീദായ പണ്ഡിതന്മാർ, ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട് പറയാം. ശൈഖ് മുരീദന്മാർ, മുരീദായ ശൈഖ്, മുർഷിദായ ശൈഖ്, മുറബിയായ ശൈഖ്, ആ ശൈഖ് ഇല്ലെങ്കിൽ എന്തു ചെയ്യണം? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവസാന നാളാകുമ്പോ ശൈഖ് ഉണ്ടാവൂല. നിങ്ങൾ എന്തു ചെയ്യണം? സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ മുറബിയായ ശൈഖിന്റെ ആവശ്യമില്ലാതെയാകും. അപ്പൊ ഇന്ന് മുറബിയായ ശൈഖിന്റെ സ്വലാത്ത് കൂടുതൽ ചൊല്ലി നമ്മൾ നന്നാവാൻ ശ്രമിക്കുക. ഖാദിരിയ ത്വരീഖത്തിനെ നമ്മൾ എതിർത്തിട്ടില്ല. ഖാദിരിയ ത്വരീഖത്തിന്റെ പേരിൽ ശൈഖ് ജിലാനി പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായി മാത്രം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആലുവക്കാരെയാണ്, അവരുടെ കള്ള ത്വരീഖത്തിനെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത്. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. ആലുവ ത്വരീഖത്തിന്റെ ആളുകളുമായി സംവാദത്തിനോ ചർച്ചകൾക്കോ നിങ്ങളെപ്പോലുള്ള സുന്നി പണ്ഡിതന്മാർ തയ്യാറാവുന്നില്ലെന്ന് ഞങ്ങളുടെ പ്രദേശങ്ങളിലെ അവരുടെ ആളുകൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അവരുമായി ഒരു സംവാദത്തിന് തയ്യാറാകുമോ? ഉലകത്തുള്ളൊരു ആളാണല്ലോ. ആലുവ ത്വരീഖത്തിന്റെ ആളുകളുമായി സംവാദത്തിനോ ചർച്ചകൾക്കോ നിങ്ങളെപ്പോലുള്ള സുന്നി പണ്ഡിതന്മാർ തയ്യാറാകുന്നില്ലെന്ന് ഞങ്ങളുടെ പ്രദേശങ്ങളിലെ അവരുടെ ആളുകൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അവരുമായി ഒരു സംവാദത്തിന് തയ്യാറാകുമോ? ഞങ്ങൾക്ക് അതിൽ ഒരു വിഷമമില്ല. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ പരിപാടി തന്നെ സംവാദം നടത്തല. ഞാൻ പറയുന്നു, 1000 കുതിരശക്തിയോടെ ഈ ആലുവ ത്വരീഖത്ത് കള്ളത്വരീഖത്താണെന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കാം. ആലുവ ത്വരീഖത്തുകാരാണോ ഈ ചോദ്യം തന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, എനിക്കൊരു നിബന്ധന ഉണ്ട്. ഞാൻ മതി, വേറെ ആരും വേണ്ട. ഞങ്ങളെ ഭാഗത്ത് ഞാൻ മതി. ഞാൻ വലിയ ആളായിട്ടല്ല, ഞാൻ ചെറിയ ആളാണ്. പക്ഷെ ഓല് വലിയ ചെയ്യാൻ ഓല് വെപ്പ്. എനിക്കൊരു നിബന്ധനയുണ്ട്. എന്താണ്? ഒരു ഭാഗത്ത് ഈ ത്വരീഖത്തും ഈ ശൈഖും ശരിയല്ല എന്നാണ് എന്റെ വാദം. അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു സ്റ്റേജിൽ അലവി സക്കാഫിയാണ് വാദപ്രതിവാദം ചെയ്യുന്നത്. മറ്റേ ശൈഖിന് മറ്റേ ഭാഗത്ത് നിങ്ങളുടെ ശൈഖ് യൂസുഫ് സുൽത്താൻ ഹൗസിൽ ബഹറിലും കുത്തുബിലും ബർറിലും ഒക്കെ കുത്തുബായിട്ടുള്ള ഹൗസായിട്ടുള്ള ആളുണ്ടല്ലോ. അപ്പുറത്തുള്ള ആ സ്റ്റേജിൽ നിങ്ങളുടെ സാക്ഷാൽ ശൈഖ് യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന നിങ്ങളുടെ ശൈഖിനെ നിങ്ങൾ എപ്പോൾ അടിനിർത്തുന്നോ ആ അപ്പവാദ പ്രതിവാദം ചെയ്യാൻ എപ്പോഴും ഞാൻ ഒരുക്കമാണ്. ഞാൻ മാത്രം മതി എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. തയ്യാറാകുങ്ങൾ ഞങ്ങൾക്കത് പുല്ല് വരെ. നിങ്ങളെ മുരീദമാർ കാര്യം അതൊക്കെ പിടിയും. ഞാൻ നിങ്ങളെ ഒരു വിഷയമല്ല. ശൈഖ് പിടി. ശൈഖ് ആരാ? ഇവിടെ മൗലൂദ് എടുത്ത ശൈഖ് എന്താ പറഞ്ഞത്? ശൈഖിന്റെ പ്രത്യേകത എന്താ? ഗൈബ് അറിയുന്നല്ലേ പറഞ്ഞത്. ഗൈബ് അറിയുന്നവരാണല്ലോ ബദറിനെ വെല്ലിട മുഖവല്ലേ എന്നല്ലേ പറഞ്ഞത്. എന്നാ ഗൈബ് അറിയുന്ന ശൈഖാണല്ലോ. ഞാൻ വെല്ലുവിളിക്കുന്നു. കഴിയോ നിങ്ങൾക്ക്? എനിക്ക് വാദപ്രതിവാദത്തിനുള്ള നിബന്ധന ഞാൻ പറഞ്ഞു. ഒരു സ്റ്റേജിൽ ശൈഖ് റെഡി, ഞാൻ വാദപ്രതിവാദത്തിന് തയ്യാറാണ്. നിങ്ങൾ ഈമ്പളന്ന കുട്ടികളുണ്ടല്ലോ, ഫീലും പാലും സിബത്തും ബോസും തിരിയാത്ത നിങ്ങളോട് വാദപ്രതിവാദം ചെയ്യാൻ ഞങ്ങളില്ല. അതിൻ്റെ അവിടെ ദർശനം പഠിക്കണം മീതാനോദന കുട്ടികളുണ്ടാവും, മണിയോല കുട്ടികളെ. ഞാൻ ഞങ്ങൾ വാദപ്രതിവാദത്തിന് വരണോ? റെഡിയാണ്. 1000 കുതിരശക്തിയോടെ നെഞ്ചൂക്കോടെ ഞാൻ പറയുന്നു, ഞാൻ വാദപ്രതിവാദത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ ഈ സുന്നി പക്ഷത്തിൽ നിന്ന് വാദപ്രതിവാദം ചെയ്യുന്നു, മറുപക്ഷത്ത് ശൈഖ് യൂസുഫ് സുൽത്താൻ എന്ന നിങ്ങളുടെ ശൈഖ് വാദപ്രതിവാദം ചെയ്യണം. അപ്പുറത്ത് നിങ്ങൾ അണിനിരത്തുമോ? റെഡിയാണ്. 100% റെഡിയാണ്. ഇനി നമുക്ക് അങ്ങനെ ആയിക്കോട്ടെ, വാദപ്രതിവാദം നമുക്ക് വേറെ കൂടുതലൊന്നും പറയണ്ട. എന്നാ ഞാൻ നിർത്തുക. ഇനി കൂടുതൽ പറയുന്നില്ല. ഗൈബ് അറിയുന്ന മഹാനവരെ, അങ്ങനെയാണ് പറഞ്ഞത്. ഗൈബ് അറിയുന്ന മഹാനവരെ, ഗൗസു സമാനായി വന്നവരെ, ഇങ്ങനത്തെ ഈ ആളെ നിർത്തിക്കോളും. പിന്നെ മൂപ്പർക്ക് ബേജാറില്ലല്ലോ. ഗൈബ് അറിയുന്ന ആളാണെങ്കിൽ ഞാൻ എന്താ പറയാൻ പോവുക എന്ന് മൂപ്പർക്ക് അറിയാലോ. അതുകൂടി ഗണ്ണിച്ചോട്ടെ, എനിക്കൊരു ബേജാറുമില്ല. വാദപ്രതിവാദത്തിന് ഞാൻ 100 വട്ടം സ്വീകാര്യനാണ്. കഴിയുമോ നിങ്ങൾക്ക്? അപ്പുറത്ത് നിങ്ങൾ ശൈഖ് യൂസുഫ് സുൽത്താൻ നിർത്തുക. വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഏത് ആലുവ ത്വരീഖത്തിന്റെ കേരളത്തിലെ ശൈഖുമാരെയും അതുപോലെ മുരീദുമാരെയും ഖലീഫമാരെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ റെഡിയാണ്. 100 വട്ടം റെഡിയാണ്. നിങ്ങൾ ഇന്ന് തയ്യാറുണ്ടോ? ഞാൻ ഇന്ന് റെഡി. നാളെ മറ്റന്നാ എപ്പോ ശൈഖിന്റെ ഒഴിവുണ്ടോ അപ്പൊ ഞാൻ റെഡിയാണ്. പിന്നെന്താ ബേജാറെന്താ? അതുകൊണ്ട് വാദപ്രതിവാദം എന്ന് പറഞ്ഞൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. നിങ്ങളെ ശൈഖ് പറഞ്ഞെന്താ? ഞാൻ അതുകൂടി പറയാം. ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ല. എന്നിട്ട് ശൈഖ് പറയുന്നത് എന്താ? ഞാൻ ധാരാളം കറാമത്തുകൾ കാണുകയും
കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ശൈഖ് പറയണേ, നോക്കണം, ഞാൻ ധാരാളം കറാമത്തുകൾ കാണുകയും കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. എനിക്ക് കറാമത്ത് പ്രശ്നമല്ല. ശരി, പ്രശ്നമല്ലല്ലോ, നിർത്തി നിങ്ങൾ വാദപ്രതിവാദത്തിന്. ഞാൻ പുറത്ത് ഒരു കറാമത്തും ഇരിക്കില്ല, ഉറപ്പാണ്. വിലായത്തുമില്ല, കറാമത്തുമില്ല. ഞാൻ മഹാദോഷി, പാപം ചെയ്യുന്ന മഹാപാവം, മുത്താലി. ഞാൻ നിങ്ങൾക്ക് അപ്പുറത്ത് കറാമത്തില്ലേ, നിർത്തൂ നിങ്ങൾ, എന്നിട്ട് ഞാനുമായി വാദപ്രതിവാദം ചെയ്യട്ടെ. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഞാൻ വാദപ്രതിവാദത്തിൽ തോറ്റാൽ ഞങ്ങളുടെ സമസ്ത ഒന്നാകെ തോറ്റതായി ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യാം. പിന്നെന്താ, ഞാൻ സമസ്തന്റെ എഴുതി ഞാൻ കൊണ്ടുവരാം. പിന്നെന്താ നിങ്ങൾക്ക് ബേജാറ്? പോരെ. ഞാൻ ധൈര്യത്തിലാ പറഞ്ഞത്, ഞാൻ പഠിച്ചിട്ടാ പറഞ്ഞത്, വെറുതെ അല്ല. നിങ്ങൾ ഉത്സാഹകരെയും സാസുഹേ ഹൈസേഹേ എന്ന് പറഞ്ഞിട്ടല്ല, പഠിച്ചിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് വാദപ്രതിവാദം എന്ന ഇമ്പാച്ചൊന്നും കാട്ടി ആരും പേടിപ്പിക്കേണ്ട. ശൈഖിനെ എപ്പോൾ കൊണ്ടുവരുന്നോ അപ്പം ഞങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാണ്. ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തി സഹോദരന്മാരെ, യഥാർത്ഥ ത്വരീഖത്തിന്റെ ഉലമാക്കൾ മശായിഖുമാർ, അവരുടെ പൊരുത്തം നാം നേടണം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, മറ്റ് അഖ്താബുൽ അർബഅ, മറ്റ് മഹാന്മാക്കൾ, അവരുടെയൊക്കെ പൊരുത്തത്തിന്റെ കീഴിൽ ആയി നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടിയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പ്രവർത്തിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. അവസാന നാളിൽ ചില ആളുകൾ ഇവിടെ വരാൻ പോകുന്നു. ദജ്ജാലൂന കദ്ദാബൂൻ, അവർ അങ്ങേയറ്റം കള്ളം പറയുന്നവരാണ്, സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്നവരാണ്. യൗതൂലകും മിനൽ അഹാദീഥി ബിമാ ലം തസ്മഉ വൻതും വലാ ആബാഉക്കും. നിങ്ങളും നിങ്ങളെ പിതാക്കളും കേട്ടുകേൾവിയില്ലാത്ത ആശയങ്ങളാണ് നിങ്ങളിലേക്ക് അവർ കൊണ്ടുവരിക. അവർ നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ, നിങ്ങൾ അവരുടെ കെണിയിൽ പെടാതിരിക്കട്ടെ. നിങ്ങൾ അവരെ സൂക്ഷിക്കണമേ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണമേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച വചനം, സഹോദരന്മാരെ, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യണേ. വഖൂലൂ മഅസ്സാദിഖീൻ, സത്യം മാത്രം പറയുന്ന ആളുകളുണ്ട്, കള്ളന്മാരോട് കൂടെയല്ല, സത്യം പറയുന്നവരോട് കൂടെ നിങ്ങൾ നിലയുറപ്പിക്കുകയും ചെയ്യണമേ. അല്ലാഹു പഠിപ്പിച്ച ഈ ആശയം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളോട് എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാക്കളായ സത്യവാന്മാരായ മശായിഖുമാർ, ഉലമാക്കൾ, അഹ്ലുസുന്നയുടെ ഇമാമുകൾ, അവർ പഠിപ്പിച്ച പാത, അവർ പഠിപ്പിച്ച ആശയം, അതാണ് ദീൻ, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അതാണ് ത്വരീഖത്ത്, അതാണ് ശരീഅത്ത്. അതിനെതിരിൽ ആര് എത്ര വലിയ കൊമ്പന്മാർ എങ്ങനെ വര വീശി വന്നാലും നമ്മൾ ആരും അതിൽ പെട്ടുപോകരുത്. അത് ബിദ്അത്താണ്, വലാലത്താണ്, വഴികേടാണ്. ഖുർആനിന്റെ പേരിലായിരിക്കും അവർ പ്രവർത്തിക്കുക, ഹദീസിന്റെ പേരായിരിക്കും അവർ പറയുക, മശായിഖുമാരുടെയും ഔലിയാക്കളുടെയും പേരായിരിക്കും അവർ പറയുക. നിങ്ങൾ ആരും അതിൽ പെട്ടുപോകരുത്. ആ തരീഖത്തുകളിലും ആ പിഴച്ച പ്രസ്ഥാനങ്ങളിലും പെട്ടുപോയി അബദ്ധത്തിൽ പെട്ട് നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ തമ്പുരാനേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ യഥാർത്ഥ ത്വരീഖത്തിനെയും തസവ്വുഫിനെയും നിരാകരിക്കുന്നവരും അതിനെ വിമർശിക്കുന്നവരുമായ കുറെ ആളുകൾ രംഗത്തിറങ്ങിയപ്പോൾ സത്യം ഇത്രയും തുറന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളെ സത്യത്തിന്റെ വാഹകരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ.